ഇന്ന് 2 ആഴ്ചകൾ കൊണ്ട് ഈ വിഷയം ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ 2-3 ആഴ്ച ഈ ആഴ്ച അടക്കം സമാപിക്കും. ഏതു തരം സിഹറിനും പ്രതിവിധികൾ ഒന്ന്. ഏതു തരം ശൈത്താൻ തടിയിൽ കയറിയാലും ശൈത്താൻ 2 തരത്തിൽ തടിയിൽ പ്രവേശിക്കും. ഒന്ന്, തടിയിൽ എനിക്ക് പ്രവേശിക്കുക സുഗമമാണ് എന്ന് മനസ്സിലാക്കി തടിയിൽ പ്രവേശിക്കും. 2 ശക്തമായ സിഹറു കാരണമായിട്ട്, സിഹർ എന്നാൽ എല്ലാം ശക്തമാണ്, പിന്നെ വ്യക്തിക്കനുസരിച്ച് വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കും. ചിലപ്പോൾ സിഹർ നേരിട്ട് പ്രവേശിക്കാതെ എന്നാലും അയക്കപ്പെട്ട പിശാച് തിരിച്ചു പോകാതെയും നിൽക്കുകയും വ്യക്തിയുടെ ക്ഷീണത്തിൽ വ്യക്തിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സിഹറിന് വകുപ്പുകളുണ്ട്. വന്നു ചേരുന്ന പിശാചും വരുത്തിക്കൂട്ടുന്ന പിശാചും ഉണ്ട്. വരുത്തിക്കൂട്ടുന്ന പിശാച് പറഞ്ഞയക്കാതെ തിരിച്ചു പോകുന്ന പ്രശ്നം ഇല്ല. ഇന്ത്യയുടെ തീരത്ത് കച്ചവടം ചെയ്താൽ തിരക്കടില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മുണ്ട് വിരിച്ച് കച്ചവടം തുടങ്ങുന്ന ഏതെങ്കിലും ഒരു വിദേശി കച്ചവടം ശരിയുണ്ടോ എന്നൊക്കെ നോക്കിയതിനനുസരിച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ച തിരിച്ചു പോയേക്കാം. പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ പോകൂല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോകണമെങ്കിൽ സ്വാതന്ത്ര്യ സമരം തന്നെ വേണ്ടിവരും. പിശാചിന്റെ അവസ്ഥ അങ്ങനെയാണ്. അയക്കപ്പെട്ട പിശാച് ഇബ്താൽ ചെയ്യാതെ പോകുന്ന പ്രശ്നമില്ല. ബാത്തിലാക്കാതെ ആ പിശാച് പോകൂല. ബാത്തിലിന് പല വകുപ്പുകളും ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം, ഭാഗത്തേക്ക് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്ത് തന്നെയാകട്ടെ, പ്രതിവിധികൾ എന്നുള്ളത് ഒന്ന്, ഈ വ്യക്തി സ്വയം മാറ്റത്തിന് തയ്യാറാവുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. പ്രതിവിധികൾ നമ്പർ 1. പൈശാചികമായ ബാധ ഏറ്റ വ്യക്തി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അവൻ സ്വയം മാറ്റത്തിന് തയ്യാറാകലാണ്. ഈ രംഗത്ത് പിശാച് വൻ തടസ്സം നിൽക്കും. മാറ്റത്തിന് പിശാച് തടസ്സം നിൽക്കും. ഈ പിശാചിന്റെ തടസ്സങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, എവിടെയും പിശാച് തടയും. ഒരു സിഹർ ബാത്തിലാക്കുന്ന ഒരാളെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അന്ന് വരെ ഫോണിനൊരു കുഴപ്പമില്ലാത്ത അയാളുടെ ഫോണ് പിന്നെ കിട്ടിയില്ല എന്ന് ഇന്ന് എന്നോട് ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഇടപെട്ടത് ആരാണ്? കേവലം ഖളാ ഒന്നും അല്ല, ഒക്കെ ശൈത്താന്റെ ഇടപെടലാണ്. ശൈത്താൻ എന്തിനും ഇടപെടും. ബർമുഡ ട്രയാങ്കിളിനെ പറ്റി ഇവിടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിന് മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ബർമുഡ ട്രയാങ്കിൾ പൈശാചികമാവാനാണ് 100% സാധ്യത. എന്തുകൊണ്ട്? വെള്ളം എന്നതും ബഹർ എന്നതും പിശാചിന്റെ ഒരു വിഹാര കേന്ദ്രമാണ്. വെള്ളത്തിൽ സ്വാഭാവികമായും ഒരു പൈശാചിക ബന്ധം ഉണ്ടാവും. അതുകൊണ്ടാണ് ഏകദേശ വസ്വാസുകളെല്ലാം വെള്ളത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് വലാ തുസ്രിഫിൽ മാഇ, വെള്ളത്തിൽ അമിതമായി കളിക്കരുത്, ഉപയോഗത്തിൽ പോലും അമിതമായി ചെയ്യരുത് എന്ന് പുണ്യ റസൂൽ പറയുന്നത്. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയിൽ നീ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എന്നതിന്റെ അർത്ഥം വെള്ളത്തിന്റെ ദൗർലഭ്യത മാത്രമല്ല, ആത്മീയമായ ചില നഷ്ടവും വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് വന്നു പോയേക്കാം എന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ പിശാച്, ഞാനിവിടെ തിരിച്ചു വരാം. ഈ പിശാചിന്റെ ലോകങ്ങൾ മനുഷ്യന്റെ വൻ വിമാനങ്ങളെ വരെ മുക്കി, കപ്പലുകൾ മുക്കി.
ആരാണ് ഇതിന്റെ പിന്നിൽ? പിശാച്. എന്തു ചെയ്യും? ഇന്ന് നമ്മൾ കാണുന്ന രോഗത്തിൽ ഏകദേശ രോഗങ്ങളെല്ലാം അടിസ്ഥാനപരമായി പരിശോധിച്ചു ചെന്നാൽ പൈശാചികമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. പല രോഗങ്ങളും പൈശാചിക രോഗം കൊണ്ട് പനി വരും, പൈശാചിക രോഗം കൊണ്ട് നീണ്ടു നിൽക്കുന്ന തലവേദന വരും. എന്നാൽ പ്രത്യക്ഷത്തിൽ തലവേദന, പനി പോലെയുള്ളത് ഫിസിക്കലി രോഗങ്ങളാണ്. മുട്ടുവേദന, വയറുവേദന, ഞരമ്പ് വേദന, സുജൂദ് ചെയ്യുമ്പോൾ ശ്വാസം തിങ്ങുക, നിന്ന് നിസ്കരിക്കാൻ കഴിയാതെയാവുക. മനസ്സിലായില്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ അടിസ്ഥാനപരമായി ഇതിൽ ഫിസിക്കലി രോഗങ്ങളില്ല എന്നല്ല, പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രോഗത്തിലെ വലിയ ഒരു ശതമാനം രോഗത്തിന്റെ ബേസിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് പൈശാചികമാണെന്ന് കണ്ടെത്താൻ കഴിയും. എന്നാൽ കാര്യങ്ങൾ അറിയാത്ത സാധാരണ ജനങ്ങൾ ഇതെല്ലാം ഫിസിക്കലി രോഗങ്ങളായി വിചാരിച്ച് നടക്കുകയും ചെയ്യും. അടിസ്ഥാനപരമായി ഇത് ഫിസിക്കലി രോഗമാകൂല. പലതും ഉണ്ടാവും. പിശാച് ലാഭത്തിൽ ഓടുന്ന കമ്പനി പൂട്ടും, പിശാച് അതിന് കൂടെ നിന്ന് പണിയെടുക്കും. കമ്പനി പൂട്ടുന്നതിൽ പിശാച് ഇടപെടും. തൊഴിലാളികളെ മുതലാളിക്കെതിരായി ചിന്തിക്കുന്നതും പിശാചാണ്, ചിന്തിപ്പിക്കുന്നതും പിശാചാണ്. തൊഴിലാളികളെ മുതലാളിക്ക് അനുകൂലമാക്കുവാനും പിശാചിന് കഴിയും, എതിരാക്കാനും പിശാചിന് കഴിയും. പിശാച് അവിടെയൊക്കെ ഇടപെടും, എല്ലാത്തിലും ഇടപെടും. എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെടും. സമരം, ചിലപ്പോൾ സമരത്തിന്റെ പിന്നിൽ ആരായിരിക്കും? ശൈത്താന്. വലാകിന്നി ഖശീതു അൻ യഖദിഫ ശൈത്വാനു ഫീ ഖുലൂബികുമാ ശൈഅൻ. പിശാച് നിങ്ങളുടെ മനസ്സിൽ എനിക്കെതിരെ ഇട്ടു തരുമെന്നതിനെ ഞാൻ ഭയപ്പെട്ടു. അതിനേക്കാളും വലിയൊരാൾ ഈ ലോകത്തുണ്ടോ? നബിക്കെതിരെ നിങ്ങളുടെ മനസ്സിൽ പിശാച് എന്തെങ്കിലും ഇട്ടു തരുന്നതിനെ ഞാൻ ഭയപ്പെട്ടു. ഇനിയിപ്പൊ ആർക്കെതിരെയും ഇട്ടുതരാലോ. ഇന്ന ഹാദിഹി സൗജത്തി, ഇത് എന്റെ ഭാര്യ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു. അപ്പോൾ ആ അൻസാരി ചെറുപ്പക്കാർ ചോദിച്ചു, നബിയെ, അങ്ങ് അന്യ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുമെന്നത് ഞങ്ങൾ ചിന്തിക്കുമെന്നാണോ നബിയെ? അങ്ങനെ ഞങ്ങൾ ചിന്തിക്കൂലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്? ഫഖാലല്ല. അപ്പൊ നബി പറഞ്ഞു, ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വലാകിന്നി ഖശീതു, എങ്കിലും ഞാൻ ഭയപ്പെട്ടു. അൻ യഖദിഫ ശൈത്വാനു ഫീ ഖുലൂബികുമാ ശൈഅൻ, എപ്പോഴെങ്കിലും എനിക്കെതിരെ നിങ്ങളുടെ മനസ്സിൽ പിശാച് ഇട്ട് തരുന്നതിനെ ഞാൻ ഭയപ്പെട്ടു. ഇനി ഈ വാക്കിനെ ഞാൻ അപ്പുറത്തേക്ക് വെച്ച് നോക്കി, താഴത്തേക്ക് ഇറക്കി നോക്കി. കമ്പനി മുതലാളിക്കെതിരെ തൊഴിലാളികളെ കൊണ്ട് സമരം ജയിപ്പിക്കും. ആര്? ശൈത്താൻ. ഉസ്താദിനെതിരെ ശിഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കും ശൈത്താൻ. ബാപ്പാക്കെതിരെ മക്കളെ ആക്കും ശൈത്താൻ. ഭർത്താവിനെതിരെ ഭാര്യയെ തിരിപ്പിക്കും ശൈത്താൻ. ഭാര്യ, അതിസുന്ദരിയായ ഭാര്യ, ഒരു ചൊറുക്കില്ല എന്ന് തോന്നിപ്പിക്കും. ആര്? ശൈത്താൻ. 100% 100% അങ്ങനെ ചെയ്യും. ചില കല്യാണങ്ങളിൽ ആഘോഷങ്ങൾ പരിധി വിടുമ്പോൾ അതിൽ ഐന് വരും. ഐന് വന്നാൽ പിശാചിന് കയറിയിരിക്കാൻ വളരെ എളുപ്പമാണ്. ഭാവിയിൽ ഈ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതായി കാണുന്നു. അനവധി സംഭവങ്ങൾ എനിക്കറിയും. ഐന് വഴി ഈ കുടുംബത്തിൽ ആര് കയറി? ശൈത്താൻ കയറി. പെണ്ണ് അതിസുന്ദരി തന്നെ, പക്ഷെ പുരുഷന്റെ മനസ്സിൽ തോന്നിപ്പിക്കും ശരിയല്ല. എന്നാൽ നേരെ തിരിച്ച് പെണ്ണ് ഒരു കോലമില്ല, എന്നാൽ നല്ലതായി തോന്നിപ്പിക്കും.
ഇങ്ങോട്ട് തോന്നിപ്പിക്കും. പുരുഷൻ ഒരു കോലം ഇല്ലാത്ത പെണ്ണിനെ വ്യഭിചരിക്കും. ഒരു കോലവും ഇല്ലാത്ത പെണ്ണിനെ പുരുഷൻ വ്യഭിചരിക്കും. അവന്റെ കീഴിൽ അതിസുന്ദരിയായ ആ നാട്ടില് പകരം വെക്കാനില്ലാത്ത സുന്ദരിയായ ഭാര്യ ഉണ്ടാവും. ആരാണ് ഇതിന്റെ പിന്നിൽ? ശൈത്താൻ. തോന്നിപ്പിക്കുക, വസ്വാസ്. മനസ്സിലാവണ്ട പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഏത് കാര്യങ്ങളുടെയും ഏത് കാര്യത്തിലും ഇടപെടാൻ ആർക്ക് കഴിയും? ശൈത്താന് കഴിയും. എന്തിലും ഇടപെടാൻ, എന്തിലും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അവരാണല്ലോ സയ്യിദു ദുആത്ത്, പ്രബോധകരുടെ നേതാവല്ലേ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മേൽ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞെന്ന ഒരു എണ്ണം ഫാത്തിഹയുണ്ട്. അതോടാതെ ഒരു വയറിന് ഞാൻ ഇറങ്ങാറില്ല. എന്തുകൊണ്ട്? അപ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാവൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇതിൽ ആരിടപെടും? ശൈത്താൻ ഇടപെടും. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇതിലൊക്കെ ഇടപെടും. ഒന്ന് നമുക്ക് തളർച്ച തോന്നിപ്പിക്കാം, ഇതിലൊക്കെ ഇടപെടാം, ഇതിലെല്ലാം ഇടപെടാം. മൊബൈലിൽ ഇടപെടുന്നത് പോലെ സാധനങ്ങളിലൊക്കെ ഇടപെടാം. അപ്പോൾ ഒരു പൈശാചികമായ ബാധയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന്, നോക്കണേ, ശ്രദ്ധിക്കണേ, ഒന്ന് സ്വയം മാറാൻ വ്യക്തി തയ്യാറാകലാണ്. അതെങ്ങനെ മാറുക? പിശാചിന് ദേഷ്യമുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമായ കാര്യത്തെ പതിവാക്കുക. അതിന് പിശാച് സമ്മതിക്കൂല, അവിടെ സമരം ചെയ്യേണ്ടി വരും. ഒന്ന്, ഉറക്കം വർദ്ധിപ്പിക്കുക. പിശാചിന് താല്പര്യവും അള്ളാഹുവിന് വെറുപ്പുമാണ്. രോഗം ബാധിച്ചവർ അമിതമായി ഉറങ്ങും, മസ്ഹൂരിങ്ങൾ പ്രത്യേകിച്ചു. ഉറക്കത്തിനെതിരെ സമരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ സുബഹയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിന്റെ ആൾ പിശാചാണ്. എന്താണ് ഈ ഉറക്കത്തിന്റെ പിന്നിൽ? ബനു ആദമിന് ഫഖർ വരും, ദാരിദ്ര്യം. ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫള വല്ലാഹു വാസിഉൻ അലീം. നമുക്ക് ദാരിദ്ര്യം വരുന്നതിൽ വലിയ തൽപരനാണ് ആര്? പിശാച്. കാരണം ദാരിദ്ര്യം മനുഷ്യനെ കൊണ്ട് തെറ്റിയിപ്പിക്കും. ഇന്ന് രാവിലെയും കൊടുവള്ളി ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയാം, ദാരിദ്ര്യം, സാമ്പത്തിക മാന്ദ്യം, ദാരിദ്ര്യം അധികരിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ദ്വാരുന്നിട്ടുണ്ട്. എന്താ കാരണം? അത് വ്യഭിചാരത്തെ ഉണ്ടാക്കും. ദാരിദ്ര്യം വ്യഭിചാരത്തെ കൊണ്ടുവരും. ദാരിദ്ര്യമുള്ള സമൂഹത്തിൽ വ്യഭിചാരം അധികരിക്കും, മോഷണം അധികരിക്കും, പിടിച്ചുമറി അധികരിക്കും, കൊള്ള അധികരിക്കും. ഇതൊക്കെ ഇഷ്ടമാണ് ആർക്ക്? പിശാച്. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം പിശാച് ചെയ്യും. ദാരിദ്ര്യത്തെ പുണ്യ റസൂൽ കാവൽ ചോദിച്ചു. മിസ്കീനാകാം, ആരാകരുത്? ഫഖീറ. മിസ്കീനാകാം, ആരാകരുത്? ഫഖീറാകരുത്. വ്യഭിചാരം പിശാചിന് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അസ്സിന യൂരിസുൽ ഫഖർ. വ്യഭിചാരം വീണ്ടും ദാരിദ്ര്യം ഉണ്ടാക്കും. പലിശക്ക് പൈസ വാങ്ങലും കൊടുക്കലും ശൈത്താൻ ഉണ്ടാക്കാൻ. എന്തുകൊണ്ട്? അൽരിബ യൂരിസുൽ ജുനൂൻ. മാനസിക രോഗം, അഖലിന്റെ കുസൂഫ്, ഗ്രഹണം ബാധിക്കും. പലിശ അധികരിക്കുന്ന ജനതയിൽ വാഫിറായ ബുദ്ധി ഉണ്ടാവില്ല, നൈപുണ്യമുള്ള ബുദ്ധി നഷ്ടപ്പെടും പലിശക്കുള്ള ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ പലിശയുടെ വലിയ താല്പര്യക്കാരനാണ് ആര്? പിശാച്. ഇതിവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് തടി വലിച്ചെടുക്കാൻ കഴിയൂല. ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് തടി വലിച്ചെടുക്കാൻ കഴിയില്ല. അതായത് തടിയുടെ മുന്നിൽ
ഈ മോശപ്പെട്ട കാര്യത്തിന് അഡമന്റായിട്ട് അതിന് നിലകൊള്ളും ആര്? ശൈത്താൻ. അവിടെ നമ്മൾ വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതായത് പിശാചിനെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മൂല്യത്തിലേക്ക് മണ്ടല്ല വേണ്ടത്. ആദ്യം വേണ്ടത് ബാത്തിലാക്കണ ആളെടുത്തേക്ക് ഓടല്ല, അത് ലാസ്റ്റ് ചെയ്യേണ്ട പണിയാ. ആദ്യം ചെയ്യേണ്ടത് ഇലാഹിയായ റിദ്വാനിലേക്കും പിശാചിന് വളപ്പുള്ള കാര്യത്തിലേക്കുമായി നിങ്ങളുടെ മനസ്സിനെ അവൻ മാറ്റുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരമായി വരാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ്? ഈ ശൈലിയും ഈ രീതിയും നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളിവിടുന്ന് പായിക്കാൻ ഞാനൊരു കോലം കാണിച്ചാൽ മതി. ഈ രീതി മാറ്റാം. ഇങ്ങോട്ട് ഒരു സുഖമില്ലാത്ത രീതി പ്രസംഗിക്കുക, സുഖമില്ലാത്ത വർത്താനങ്ങൾ ശ്രദ്ധേയമായി പറഞ്ഞാൽ നിങ്ങൾ ഇളകലണോ? നമുക്ക് സുഖമില്ലല്ലോ എന്ന് ഒരു ക്ലാസ് പറയും, അടുത്ത ക്ലാസ്സിൽ നേരം വൈകും, പിന്നത്തെ ക്ലാസ്സിൽ വരൂല്ല. മനസ്സിലായവർ? നേരെ മറിച്ച് ഞാൻ ഈ രീതിയെ ഭംഗിപ്പെടുത്തിയാൽ വീണ്ടും നിങ്ങളിവിടെ വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളവിടെ ഇളക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാം. പിശാചിനെ സിഹർ ബാത്തിലാക്കുക അടക്കമുള്ള പിശാച് വന്നുകൂടിയ ശൈത്താൻ ആദ്യമ തന്നെ പോകും. രണ്ട് ശൈത്താനുണ്ട്, വന്നു കൂടിയതുകൊണ്ട്. നമ്മൾ രീതി മാറ്റുന്നതോട് കൂടെ സ്വാഭാവികമായും വന്നുകൂടിയ പിശാചുക്കൾ പോകും. അവര് പോകാൻ എളുപ്പമാണ്. വരുത്തി കൂട്ടിയ പിശാചിനെ ബുദ്ധിമുട്ടുള്ളൂ. അവരും ഇളകും. ഇളകുക എന്ന് പറഞ്ഞാൽ പോകലാ നല്ലതെന്ന് അവർക്കും തോന്നി തുടങ്ങും. അതെന്തൊക്കെ ചെയ്യേണ്ടത്? നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ, ഉറക്കം വരുന്നുണ്ടോ? എന്റെ മനുഷ്യന്മാര് ഈ ജാതി വർത്താനം പറഞ്ഞിട്ട് ഉറങ്ങ തലയിൽ ചെയ്ത്താനാണടാ എല്ലാത്തിൻ്റെയും. അതവിടെ ഉറക്കണത്. ഇനി ഞങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് ദവാമുൽ വുളൂ. സിഹർ ബാധിച്ചു എന്ന് കണ്ടാൽ ദായിമായി ഉണ്ടായിരിക്കുക. ഇളകുവാൻ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മളൊരാളെ സമീപിച്ചാൽ എളുപ്പമുണ്ടാ പണിക്ക്. ദായിമുൽ വുളൂ, ഏത് സമയത്തും ഉണ്ടാകാം. ദായിമുൽ വുളൂ. അവിടെ തന്നെ വുളൂയിൽ ശ്രദ്ധിക്കേണ്ടത് വുളൂയിലുള്ള അമിതമായ വസ്വാസുകളെ ഒഴിവാക്കുക. അതായത് മൂന്നോട്ടം കഴിയുക, കഴിഞ്ഞു, നന്നായില്ലേ? നന്നാണ്ട. നന്നായിട്ടില്ല, നന്നാണ്ട. എനിക്ക് നിസ്കാരത്തിൽ വസ്വാസാണ് എന്ന് പറഞ്ഞ് CM-നോട് ഇതിനോട് അനുഭവസ്ഥം പറഞ്ഞതാ. CM വലിയുള്ളതിനോട് ഒരാൾ പോയി പറഞ്ഞു എനിക്ക് നിസ്കാരത്തിൽ വസ്വാസാണ്, അതിന് പരിഹാരം എന്താന്ന് ചോദിച്ചു. അവ പറഞ്ഞു നിയത്ത് ചെയ്യലേ ഉണ്ട് ചോദിച്ചു. ഉണ്ട് കാണും. കയ്യട്ടല്ലേ ചോദിച്ചു. ഉണ്ട് കാണും. ഫാത്തിഹല്ലേ ചോദിച്ചു. ഉണ്ട് കാണും. റുക്കൂ ചെയ്യലേ ഉണ്ട് ചോദിച്ചു. ഉണ്ട് കാണും. സുജൂദ് ഉണ്ടോ ചോദിച്ചു. ഉണ്ട് കാണും. അത്തയ്യാത്തില്ലേ ചോദിച്ചു. ആ സലാം പൊട്ടാൻ കഴിയല്ലേ ചോദിച്ചു. ആ എന്നാ പോയിക്കോ, തന്നെ നിസ്കാരം എൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കണ്ടാവും. അങ്ങനെ കാട്ടിക്കൂട്ടിയാൽ മതി. ബാക്കി സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ആരെ പണിയാ? അള്ളാഹുവിന്റെ. നമ്മൾ അത് ചെയ്യാനേ പറഞ്ഞുള്ളൂ. അത് ശരിയായിട്ടില്ല. പല ആളുകൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, സഹോദരിമാരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ഒരു സ്വഭാവം എന്താ? പെണ്ണുങ്ങളിലാണ്, ദുർബലരായ ആളുകളിലാണ് കുട്ടികൾ, സ്ത്രീകൾ, ഇവർക്ക് പിശാചിന്റെ സ്വാധീനം അധികരിക്കും. കാരണം ഇവർ ദുർബലരാണ്. ദായിമുൽ വുളൂ ഉണ്ടായിരിക്കുക. അതിനുമുള്ള ഈ മുബാലഗത്ത്, അമിതമായ കൂട്ടല്, ഇതൊന്നും വേണ്ട. വുളൂ പോയോ? വുളൂ എടുക്ക. എപ്പോഴും എന്ത് വേണം? എന്ത് വേണം? വുളൂ വേണം. ദായിമുൽ വുളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് കൃത്യമായി കൊണ്ട് നടന്നാൽ നമ്മോടുള്ള പിശാചിന് ഈ വിഷയത്തിലൊക്കെ ഇളക്കം സംഭവിക്കും. മുന്നോട്ട് പോകാൻ കഴിയൂല. പാഠം നമ്പർ 1, പ്രതിവിധി നമ്പർ 1, നമ്മൾ തന്നെ മാറുക. ദായിമുൽ വുളൂ. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയതും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാസബത്തിൽ ശറഅാക്കിയതുമായ അദ്കാറുകളെ കൃത്യമായി കൊണ്ടുവരിക. മുനാസബത്ത് എന്നാൽ പള്ളി കയറുമ്പോൾ, പള്ളി ഇറങ്ങുമ്പോൾ, കക്കൂസ് കയറുമ്പോൾ, കക്കൂസ് ഇറങ്ങുമ്പോൾ, മനസ്സിലായില്ലേ? മറ്റൊരു മുസ്ലിമെ കാണുമ്പോൾ സലാം ചെല്ലുക. ആ ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിഞ്ഞാല്
ഒരു മുനാസബത്തിൽ, അതായത് ഇന്നതിന് ഇന്നത് ചെയ്യുക എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മശ്റൂഅത്തായ അദ്കാറുകൾ. ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കണേന് പിശാചിന് വലിയ അടങ്ങാറൊന്നും ഉണ്ടാവില്ല. പക്ഷെ കക്കൂസ് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബത്തി എന്ന് പറയാൻ ശൈത്താൻ വയ്ക്കൂല. ആ ദിക്റിന്റെ മജ്‌ലിസിൽ 4 മണിക്കൂർ ഇരിക്കുകയും ചെയ്യും. ഈ 4 മണിക്കൂർ ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നതിനേക്കാൾ ദർജയാണ് എന്ത്? കക്കൂസ് കർമ്മ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബത്തി വൽ ഖബായിത്തി അറിയില്ലേ? എന്ത് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? 4 മണിക്കൂർ ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ത്? മുനാസബത്തിൽ ദിക്ർ ചെല്ലാൻ. ഓരോ മുനാസബത്തിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങാടി കയറുമ്പോൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ മുൽക്കു യുഹ്യി വയുമീതു വഹുവ അലാ ബിയദിഹിൽ മുൽക്കു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു. അങ്ങനെ ഈ ദിക്ർ ചെല്ലാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് മുനാസബത്തിലും അതോടനുബന്ധിച്ച്, മുനാസബത്ത് പറഞ്ഞാൽ ഒരു വിഷയത്തോടനുബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മശ്റൂഅത്തായ ദിക്റുകൾ, ഈ ദിക്റുകളുടെ മേൽ ക്ഷമിക്കാൻ പിശാചിന് കഴിയില്ല. സന്ദർഭത്തിന് യോജിച്ച് ഒരു ദിക്റിനോ മറ്റോ ഒക്കെ ചെയ്യിച്ചാജിരുത്തും. പക്ഷെ പള്ളി കയറുമ്പോ അല്ലാഹുമ്മ ഫുർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്ന് പറയാനാണ് കഴിയൂല. വാനത്ത് കയറുമ്പോഴുള്ള ദിക്ർ മനസ്സിലായില്ലേ പറഞ്ഞത്? ഭാര്യയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ, പൊരയിൽ കയറി ചെല്ലുമ്പോൾ സലാം പറച്ചില് മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ ഓരോ സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട അദ്കാറുകൾ ചെയ്യാൻ പിശാച് സമ്മതിക്കൂല. അവിടെ യുദ്ധം ചെയ്തിട്ടെങ്കിലും, പിശാചിനോട് യുദ്ധം ചെയ്തിട്ടെങ്കിലും ആ അദ്കാറുകളെ കൊണ്ടുവരിക. 2 പ്രതിവിധി പറഞ്ഞു. 1 ദാഇമുൽ വുളു, 2 ഓരോ സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദിക്റുകളെ കൊണ്ട് നടക്കുക. സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദിക്റുകളെ കൊണ്ട് നടക്കുക. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, വൃത്തിയും ശുദ്ധിയും കൃത്യമായി പാലിക്കുക. വൃത്തി, ശുദ്ധി എന്നിവ കൃത്യമായി പാലിക്കുക. അത് ളാഹിറൻ വ ബാത്തിനൻ, ളാഹിറൻ വ ബാത്തിനൻ, ഉള്ളിലും പുറത്തും. ഞാനിവിടെ ഉള്ള് പുറം എന്ന് പറഞ്ഞത് കൽബിയല്ല, നമ്മക്കന്നെ ഉള്ളും പുറത്തുണ്ട്. അതായത് വൃത്തികേടുള്ള വസ്ത്രങ്ങളെ ഒഴിവാക്കുക, ശരീരത്തിലെ വൃത്തികേട് ഒഴിവാക്കുക. ഉദാഹരണം, മുഅ്മിനായ മനുഷ്യന് അവന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നിർത്തിയാൽ അത് അവന്റെ അമലിനെ ബാധിക്കുമെന്ന് ഹബീബാനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അന്നളാഫത്തു മിനൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഇതാരോട്ട് കാണൂല്ല. അലക്കി കുളിച്ച് നടക്കും, കച്ചം പഠിക്കൂല. ഇത്തരം സ്ഥലങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന് കൃത്യതയിൽ അത് കൊണ്ടു നടക്കണം. അതിന് വിഷയിക്കാൻ സമ്മതിക്കില്ല. പിശാച് കേട്ട ആളുകൾക്ക് അത്തരം കാര്യത്തിലൊക്കെ ഭയങ്കര മടിയുണ്ടാവും. അവിടെയൊക്കെ പിശാച് കൂടും. ശൈത്താനും വേണല്ലോ ഒരു കൂട്. അവിടെ അങ്ങനെ അവന് തോന്നി പിടിക്കാൻ നല്ല സുഖമാണ്. അത് ഒഴിവാക്കേണ്ടത് പൂർണ്ണമായും ഒഴിവാക്കണം. അതിന് കൃത്യതയിൽ തന്നെ ചെയ്യാം. നഖം മുറിക്കുക, അതിലൊക്കെ ഹബീബ നഖം മുറിക്കുക. എഴുതിച്ചോളൂ, ഇതൊക്കെ എഴുതിയേക്കണം കേട്ടോ. അതെല്ലാം എഴുതിയേക്കണം. നഖം മുറിക്കുക. നഖത്തിന്റെ പറഞ്ഞാൽ നഖത്തിന് ആഴ്ചയിൽ ഒരിക്കൽ മുറിക്കലാണ് ഹബീബ നബിയുടെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ രീതി അറിയില്ലേ? എങ്ങനെ രീതി അറിയുന്നത്? വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ചെറുവിരൽ വരെ മുറിച്ചിട്ട് തള്ളവിരൽ ലാസ്റ്റ്. ഇടത്തെ കൈ ചെറുമുതൽ തള്ളവരെ, ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ. കാല് റാ മോഡല്, അതായത് വലത്തെ ചെറുവിരൽ മുതൽ ഇടത്തെ ചെറുവിരൽ വരെ. ഇതാണ് ഹബീബായ നബിയുടെ രീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയെല്ലാം 8
ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലില്ലാഹ്, ഞാൻ മുത്തുനബിയോട് പിൻപറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്ന് നിയത്ത് ചെയ്യുക. വല്ലാതെ ഒന്നും അവിടെ ക്ഷമിക്കാൻ പിശാചിന് കഴിയില്ല, ഇളക്കം തട്ടും. മശ്റൂഅത്തായ കാര്യങ്ങളിൽ വ്യാപൃതനാവാതെ സിഹ്റിനെ പൂർണ്ണമായി ബാത്തിലാക്കാൻ കഴിയില്ല. അങ്ങനെ അല്ലാതെ ബാത്തിലാക്കിയാൽ മൂത്രം കുടിച്ചാൽ ദീനം മാറുന്നവർ, മൂത്രം കുടിച്ചാൽ ദീനം മാറും എന്ന് പറഞ്ഞിട്ട് മൂത്രം കുടിച്ചാൽ ദീനം മാറും. പക്ഷേ ആ ദീനം വേറെ ദീനായിട്ട് മാറും. കാരണം ഇതെന്താ സാധനം? നജസാണ്. അപ്പുറത്ത് വേറെ കുളത്തിൽ മുളക്കും, സൈഡ് എഫക്ട് ഉണ്ടാവും. ശർഈയായ നിയമങ്ങൾ പാലിക്കാതെ സിഹ്ർ ബാത്തിലാക്കിയാൽ അത് വല്ലാതെ പോവൂല, വേറെ കോലത്തിലേക്ക് തിരിച്ചു വരും. ഇനി തിരിച്ചു വരാതെ കിളി ആട്ടലുണ്ട്. തൽക്കാലം ടോ എന്നാണ് പൊട്ടിച്ച്, അപ്പൊ കിളിയാൻ പാറി. ടോ കഴിഞ്ഞാൽ കിളി പിന്നെയും വന്നിരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? രണ്ട് നിലക്ക് കിളി ആട്ടലുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന്, കിളി ഇനി ഇത് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറയുക. രണ്ട്, ഒരു ടോയിൽ പോയാൽ ടോ കഴിയുമ്പോ ആര് വന്ന് കിളി വരും. സ്വയം നന്നാകാതെ ഒരു സിഹ്റിനെയോ ഒരു ശൈത്താനെയോ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കൊരു നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ. ആ ശറഅാണ് അടിസ്ഥാനം. മോല്യരടുത്ത് പോകലും ബീവിന്റെ അടുത്ത് പോകലും ഒക്കെ രണ്ടാമത്തെ കാര്യല്ലേ? തീർച്ചയായും കാര്യമുണ്ട്. അത് ഇസ്ലാമികമായ ചിട്ടയിൽ അവർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അത് ബാത്തിലാവും ചെയ്യും. അങ്ങനെ ബാത്തിലാക്കാനും കഴിയും. പക്ഷേ നമ്മൾ പൂർണ്ണമായി മാറാൻ തയ്യാറാകണം. എല്ലാം നിലക്കും. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വൃത്തി ഇഷ്ടല്ല ആർക്ക്? ശൈത്താൻ. കാരണം അവന്റെ പാർക്കൽ തന്നെ കക്കൂസില. അവന്റെ പാർപ്പന്നെ എവിടെയാണ്? കക്കൂസില. അത് ളാഹിറൻ വ ബാത്തിനൻ. നല്ല വസ്ത്രം ധരിക്കുക. ചെളിയിലും പൊടിയിലും വൃത്തികേടിലും ഇരിക്കാതിരിക്കുക. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ വരാം, അവിടേക്ക് ഞാൻ വരാം. അതേപോലെ തന്നെ നമ്മളെ ഉള്ളൊക്കെ പൂർത്തിയായിട്ട് തന്നെ വൃത്തിയാക്കുക. ശരീരമൊക്കെ ആഴ്ചയിലും 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട കാര്യം ആഴ്ച ചെയ്യുക. അപ്പൊ വൃത്തിയായി, അത് വൃത്തിയായി ഓരോ ശരീരഭാഗങ്ങളും വൃത്തിയായി കൊണ്ടുനടക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ശൈത്താനികമായ പ്രയാസങ്ങൾ വരും, ഭയങ്കര പ്രയാസം വരും. അത്തരം ശൈത്താൻ ഇളകേണ്ടി വരും. അതായത് ശൈത്താൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. കക്കൂസിൽ ഇരിക്കുന്ന ഹബീബായ നബി കാണിച്ച രീതി അടക്കം, കക്കൂസിൽ ഇരിക്കാൻ ഇടഭാഗം കൊള്ളേ ചാരണം കൊണ്ടിരിക്കാനല്ലേ മുത്തുനബി പറഞ്ഞത്. അതിലും വരെ അതുവരെ എതിരാവുമാർക്ക് എന്തെങ്കിലും പറയണത്, ഈ ചൂണ്ടുവിരൽ ചൂണ്ടിയ പിശാചിന് വേദനിക്കുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ ചൂണ്ടുവിരൽ ചൂണ്ടിയ പിശാചിന് വേദനിക്കും ഹബീബാന്. അപ്പൊ നമ്മളെ ഓരോ നിയമങ്ങളിലും പിശാചിന് വേദന വരും. നിയമങ്ങളെ മറികടന്ന് വരുമ്പോൾ നേരെ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ഒന്നാമതായി നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശർഈയായ കാര്യങ്ങളിൽ ഒതുങ്ങുക. അതന്നെ മനസ്സിലായി. ളാഹിറൻ വ ബാത്തിനൻ. ഒന്നു ചെയ്യാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ അടക്കം. സയ്യിദുനാ ബിലാൽ തങ്ങളോട് ചോദിച്ചല്ലോ, സമിഅ്തു ദഫ്ഫൻ അലൈക സബഖ്തനി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്ക് ഇന്നലെ സ്വർഗ്ഗം കാണിച്ചു തന്നപ്പോൾ താങ്കൾ എന്റെ മുന്നിലാണ്. ബിഅയ്യി അമലിൻ അമൽതഹു ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പ്രവേശിച്ച് നിങ്ങൾ ചെയ്ത അമൽ എന്താണ് ഇത്ര വലിയത്? അപ്പോൾ പറഞ്ഞു, നബിയെ, എനിക്ക് ഒന്നു മുറിഞ്ഞാൽ ഉടനെ ഞാൻ ഒന്നു എടുക്കും. ഒന്നു എടുത്താൽ ഞാൻ 2 റക്അത്ത് ഉളുവിന്റെ സുന്നത്ത് നിസ്കരിക്കും. ഇതല്ലാത്തൊരു പ്രത്യേകതയൊന്നും എനിക്കില്ല. അപ്പോൾ ഹബീബ് പറഞ്ഞു, അത് തന്നെ. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് ചേർത്ത് പറയേണ്ട കാര്യമാണ് മശ്റൂഅത്തായ രീതികളിലെ സുഗന്ധങ്ങൾ ഉപയോഗിക്കുക. മശ്റൂഅത്തായ രീതികളിലെ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ 2 നിലക്കതിന് ഉദാഹരണം പറയാ. 2 നിലക്ക് മശ്റൂഅത്തായ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആണിന്റെ സുഗന്ധം പുരട്ടലും പെണ്ണിന്റെ സുഗന്ധം പുരട്ടലും വ്യത്യാസമുണ്ട്. പെണ്ണ് വീട്ടിൽ ഒതുങ്ങുമ്പോഴാണ് സുഗന്ധം പുരട്ടേണ്ടത്.
ആണ് പോലെയല്ല പെണ്ണ്. പെണ്ണ് സുഗന്ധം പുരട്ടി ഒരു മജ്‌ലിസിലൂടെ പോയാൽ പിശാച് അവരുടെ മേൽ അധികാരം നേടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പെണ്ണിന്റെ ചമയവും ആണിന്റെ ചമയവും വ്യത്യാസമുണ്ട്. പെണ്ണ് ചമയേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ്. മനസ്സിലായോ? ആണിന്റെ ചമയം പോലെയല്ല ആരുടേത്? ആരുടേത്? പെണ്ണിൻ്റെത്. മശ്റൂഅത്തായ ചമയങ്ങൾ അതിന്റെ ശറഅ് പരിഗണിക്കണം. ഒരു പെണ്ണ് ഇതാ തഅത്തറത്ത് അത്തർ പൂശി ഖറജത്ത് മിൻ ബൈതിഹാ ഇസ്തശ്റഫഹ ശൈത്താൻ, സുഗന്ധവും പൂശി പെണ്ണെന്ന് പൊരയെന്നിറങ്ങിയാൽ അവളെ മേൽ അധികാരിയാകും ആര്? ശൈത്താൻ അധികാരിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക അല്ലാഹു അലം. അധികാരിയായ പിന്നെ വിടൂലല്ലോ, അധികാരമുള്ളവർ വിടൂലല്ലോ, പിന്നെ അതിന്റെ ഓളം മേലധികാരിയായി നടക്കും. ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം അവൾ തീരെ അത്ര പുഷാനും മറ്റും പാടില്ല എന്നല്ല. അതൊക്കെ അതിൻ്റെ വൃത്തിയിലും ശുദ്ധിയിലും ശ്രദ്ധിച്ചും തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുബന്ധത്തിലും ഭർത്താവ് കൂടെയുള്ള നിലക്കും അതിലൊക്കെ അവൾ ശ്രദ്ധിക്കന്നെ വേണം, പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ സ്പ്രേ അടിക്കുന്ന കാര്യം പറഞ്ഞു. സ്പ്രേ അടിക്കുന്നതിനേക്കാൾ അത്തർ ഉപയോഗിക്കലാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്പ്രേ ഒരു ലന്നിയായ സാധനമാണ്. അത് എന്താന്നുള്ളതിനെ പറ്റി പിടുത്തമില്ല. ആൽക്കഹോൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പരമാവധി അത് ഒഴിവാക്കലായിരിക്കും. തേക്കുന്ന അത്തറും അടിക്കുന്ന അത്തറും തമ്മിൽ നല്ലത് തേക്കുന്ന അത്തറാണ്. തേക്കുന്ന അത്തറിൽ ആൽക്കഹോളിന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അത് സൂക്ഷിക്കുക. അത് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പൊ എന്ത് ചെയ്യാ? സുഗന്ധം ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ. ദുർഗന്ധം മലക്കൾക്ക് വെറുപ്പാണ്. അപ്പൊ ആർക്ക് ഇഷ്ടാണ്? ശൈത്താന്. സുഗന്ധമുള്ളടത്തോ മലക്കൾക്ക് ഇഷ്ടാണ്. അപ്പോ ശൈത്താൻ ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ എന്ന് പറഞ്ഞല്ലോ. ദുർഗന്ധം കൊണ്ട് മലക്കിന് വെറുപ്പുണ്ടാവും. അപ്പൊ ആർക്ക് ഇട്ടുണ്ടാവും? ശൈത്താൻ ഇട്ടുണ്ടാവും. അപ്പൊ സുഗന്ധം മലക്കിന് ഇഷ്ടമുണ്ടാവും, ശൈത്താന് ദേഷ്യം ഉണ്ടാവും. ഇത് ഈ ഭാഗത്ത് നിൽക്കുക. ഒരു മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ സാധാരണയായി മൗലിദിനൊക്കെ ഇരിക്കുമ്പോൾ അത്തർ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണം കണ്ടിട്ടില്ലേ? പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ മൗലിദ് ഓതാൻ ഇരിക്കുമ്പോ പനിനീർ എന്തിക്കൊടെ ഓർമ്മയില്ലേ? അതൊക്കെ അല്ലേ? എന്തുകൊണ്ട്? അവിടെ ആര് വരും? സയ്യാഹീങ്ങളായ മലക്കുകൾ വരും. സയ്യാഹീങ്ങളായ മലക്കുകളുണ്ട്. ഈ സയ്യാഹീങ്ങളായ മലക്കുകള് എവിടെയെല്ലാം ഖൈറുണ്ടോ അവിടെയെല്ലാം ഇരിക്കും. പക്ഷെ അവർക്ക് ദുർഗന്ധം ഇട്ടല്ല, ഉള്ളി കഴിക്കാറില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്റെ മലായിക്കത്ത് സദാസമയവും വരുമെന്ന് എന്ന കാരണത്താൽ ഞാൻ ജിബ്രീലിനെ പ്രതീക്ഷിക്കുന്നതായത് കൊണ്ടാണ്, അല്ലാതെ നിന്റെ ഭക്ഷണത്തിൽ ഹറാമുള്ളത് കൊണ്ടല്ല. മനസ്സിലായില്ലേ? ഹരീസ് എന്ന ഭക്ഷണം അതിന്റെ മേലെ ഉള്ളിയിട്ട് ഹബീബിന് കൊടുത്തയച്ചു. ഹബീബ് അത് ജനങ്ങൾക്ക് കൊടുത്തു. ഹബീബ് കഴിച്ചില്ല. അപ്പോൾ ആ സ്വഹാബിക്ക് വലിയ വിമിഷ്ടമായി, പ്രയാസമായി. ഹബീബിനോട് വന്ന് പരാതിപ്പെട്ടു, നബിയെ അങ്ങന്റെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ പറഞ്ഞു, അതിന്റെ മുകളിൽ എന്തുണ്ട്? ഉള്ളിയുണ്ട്. ഉള്ളിയാൽ വരുന്ന ദുർഗന്ധം മലായിക്കത്തിന് ഇഷ്ടല്ല, അതുകൊണ്ടാണ്. അതെ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഉള്ളി കഴിക്കേണ്ടതൊന്നും അല്ല. ഇതിന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹിക്ക് അത്രയും സൂക്ഷ്മമായി പോയി റസൂലുള്ള ചെയ്യും. റസൂലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോയാൽ 3 ദിവസം അവിടെ സുഗന്ധം തളം കെട്ടി നിൽക്കുന്നതാണ്. ഷമായിലുണ്ട് ഈ ഹദീസ്. എന്താ പറഞ്ഞേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എൻ്റെ ടവൽ എവിടെ വെച്ചാവും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തൂടെ നടന്നു പോയാൽ 3 ദിവസം അവിടെ എന്തുണ്ടാവും? സുഗന്ധം തളം കെട്ടി നിൽക്കും.
ആയിരക്കണക്കായ മലക്കളപ്പ കൂടെ ഉണ്ടാവും. മനസ്സിലായ പറഞ്ഞത് എന്നതുപോലെ സുഗന്ധം ഇതൊക്കെ പ്രധാനപ്പെട്ട മലക്കിന് ഇഷ്ടാണ്, ശൈത്താനിന് വെറുപ്പാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കിടപ്പ് സ്ഥാനങ്ങളിൽ പോലും മശ്റൂഅത്തായ കിടത്തമാണോ എന്റെ കിടത്തം എന്ന് ശ്രദ്ധിക്കുക. നഗ്നമായി യാതൊരു കാരണവശാലും നഗ്നത പ്രദർശിപ്പിക്കരുത്. നഗ്നതയെ സ്വപ്നം കണ്ടാൽ പോലും അയാളിൽ സിഹ്റോ ഐനോ എന്തെങ്കിലും ഒന്ന് ബാധിച്ചിട്ടുണ്ടാകും, മന്ത്രിപ്പിക്കണം. തിരിഞ്ഞിട്ടില്ല, ഞാൻ നഗ്നനായി നിൽക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു സങ്കല്പിക്കുക. ഒന്നിരിക്കൽ അയാളിൽ സിഹർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഐന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശൈത്താൻ കേറാതെ അതുണ്ടാവൂല. നഗ്നത ഇഷ്ടമുള്ളവനാ ആരാണ്? ശൈത്താനാ. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് നഗ്നരാക്കി നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ഇറക്കി വിട്ടു ആര്? ശൈത്താൻ. അത് നിങ്ങളുടെ അടുത്ത് കളിക്കുന്നത് ശ്രദ്ധിക്കണേ. നമ്മളെ ബാപ്പാനെയും ഉമ്മാനെയും ഇറക്കി വിട്ടപ്പോൾ എങ്ങനെ ഇറക്കി വിട്ടു? നഗ്നത കാണിപ്പിച്ചു, അങ്ങനെ ഇറക്കി വിട്ടു. അതാണ് ശൈത്താൻ ഒളിപ്പിച്ചു. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഉറങ്ങല്ലേ. അതായത് താൻ നഗ്നനായി നിൽക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു. സ്വയം നഗ്നത. ഞാൻ ഒരാൾ താൻ നഗ്നനായി നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഒന്നരിക്കൽ അയാളിൽ സിഹ്ർ ബാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഐന് ബാധിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും നിലക്കുള്ള ഒരു പൈശാചിക ബാധിക്കാതെ ആ സ്വപ്നം കാണൂല. അതൊരു നിലക്ക് ബിശാറത്തുമാണ്. എന്ത്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇയാൾക്കൊരു സഹായമാണ് ആ സ്വപ്നം. വേഗം എന്തെങ്കിലും പണിയെടുത്തോൺ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നഗ്നത ഒരിക്കലും ഇസ്തഹ്യൂ, നിങ്ങൾ ലജ്ജിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മിനൽ മലായിക, നിങ്ങളെ കൂടെ എപ്പോഴും എന്തുണ്ടാകും? ഉദാഹരണം പറയാം, നഗ്നത ഒരിക്കലും മലക്കുകൾക്ക് ഇഷ്ടമല്ല. ഉറക്കത്തിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നവർക്ക് ദാരിദ്ര്യത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ പറഞ്ഞേ? സത്യത്തിൽ ഉറക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുക്കല്ലഫ് പോലും അല്ല. അപ്പോ എന്നാൽ പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് കിടക്കണം. സിഹ്ർ ബാധിച്ചവരിൽ നിന്ന് അറിയാതെ നഗ്നത പ്രദർശിപ്പിക്കാനുള്ള താല്പര്യം കൂടും. നഗ്നത വെളിവാക്കാൻ നഗ്നത ഇഷ്ടപ്പെടുക. നഗ്നത വേറുള്ളവരെ നഗ്നത പോലും അങ്ങനെയല്ല. അവരിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല, എന്നിൽ നിന്ന് നബിയും കണ്ടിട്ടില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. നബിയുടെ ഔറത്ത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഔറത്ത് നബിയും കണ്ടിട്ടില്ല. ഔറത്തുമായി ബന്ധപ്പെട്ട ആൾ ശൈത്താനാണ്. നഗ്നനായി നിൽക്കുന്നതായോ കിടക്കുന്നതായോ സ്വപ്നം കണ്ടാൽ പോലും ഭയപ്പെടണം. സിഹ്റോ ഐനോ മറ്റേതെങ്കിലുമുള്ള പൈശാചികതയോ അയാളെ ബാധിച്ച സമയമായിരിക്കും. സ്വപ്നം കണ്ടാൽ അതൊരു ബിശാറത്തായിരിക്കും. എന്ത്? പണിയെടുത്തോ, നിനക്കെന്തോ നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരമായി താൻ നഗ്നനായി നിൽക്കുന്നതായി സ്വപ്നം കാണാറുണ്ട് എന്ന് എന്നോടൊരാൾ പറഞ്ഞിരുന്നു 2 കൊല്ലം മുമ്പ്. അങ്ങനെ ഞാൻ അയാളെ ഒരു പ്രതിവിധിയുടെ സ്ഥലത്തയക്കുകയും ആ പ്രതിവിധി അയാൾ ചെയ്യുകയും ചെയ്തു. ആ സംഭവം കഴിഞ്ഞ് അയാൾ അതിൽ നിന്ന് മുക്തനായി. 2 വർഷം കഴിഞ്ഞു. ഈ അടുത്ത ദിവസം അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ അതുണ്ടായിട്ടില്ല. നിങ്ങളെന്റെ കൂടെ വരണട്ടാ, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ വളരെ കൃത്യമാണ്. സ്ഥിരമായി ഒറ്റയ്ക്ക് നഗ്നനായി നിൽക്കുക, അല്ലെങ്കിൽ നഗ്നനായി നടക്കുക, ജനക്കൂട്ടത്തിൽ നഗ്നനായി നിൽക്കുക, ഇത് സ്ഥിരമായി സ്വപ്നം കണ്ടിരുന്ന ഒരാൾ. ഞാൻ അയാളോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സിഹ്റോ മറ്റോ ബാധിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഇന്ന ആളെടുത്ത് പോയി ഇന്നാലിനെ പ്രതിവിധി ചെയ്യ്. അങ്ങനെ അയാൾ അവിടെ പോയി പ്രതിവിധിയും ചെയ്തു. അതിനുശേഷം അയാൾ അതിൽ നിന്ന് മുക്തനായി. പിന്നെ ഞാൻ ഈ അടുത്ത 2 കൊല്ലം കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അയാളോട് സംസാരിച്ചത് ഈ അടുത്ത ദിവസം അയാളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേത് അയാൾ പറയാം 2-3 ദിവസം കഴിയുമ്പോൾ സ്വപ്നം കാണും. എന്ത്? നിൽക്കുക. വിസർജിക്കുക. അത് സ്വപ്നം കണ്ടു.
കക്കൂസിൽ പ്രവേശിക്കുക, സ്വപ്നം കണ്ടു, ഇതൊക്കെ സിഹ്ർ ശൈത്താനുമായി ബന്ധപ്പെട്ടതാണ്. താൻ വിസർജിക്കുക, താൻ വിസർജിക്കുക, താൻ വൃത്തികേട് കഴിക്കുക, താൻ വൃത്തികേടിൽ പുരളുക, തൻ്റെ വസ്ത്രത്തിൽ കാഷ്ടം കലരുക, ഇതൊക്കെ സിഹറുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ല അത് കഴിയൂലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല മാഷ അവിടെ പറഞ്ഞു. അതെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഇന്ന് നമ്മുടെ കക്കൂസുകളും പഴയ കക്കൂസും വ്യത്യാസമുണ്ട്. പഴയ കക്കൂസ് എന്ന് പറഞ്ഞാൽ ഓലത്തടുക്ക് മറച്ച് കിട്ടിയതോ ചാക്ക് കിട്ടിയതോ ആയി വീട്ടിൻ്റെ നമ്മളെ ഒരു പറമ്പിൻ്റെ സൈഡിൽ കുഴി കുത്തിയിട്ടുള്ളതല്ലേ എന്ത്. അപ്പോൾ അവിടെ ആണും പെണ്ണും വളരെ പേടിച്ചാണ് ഇരിക്കുക. അതും വെളുക്കുന്നതിന് മുമ്പ് പോയി ഇരുന്ന് അവനാൽ ആവശ്യം നിർവഹിച്ച് വേഗം പോകും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പറഞ്ഞാൽ വളരെ വായു പോലും കടക്കാത്ത പാക്കഡായ കക്കൂസുകളാ അല്ലേ. കക്കൂസുകൾ കയറിനോട് കൂടെ ഔറത്ത് മറക്കുന്ന വസ്ത്രങ്ങളും മറ്റും ഒഴിവാക്കൽ ഇന്നത്തെ സമൂഹത്തിന്റെ പൊതുരീതിയാണ്. അവിടെ ആകട്ടെ ആരുണ്ട് താനും. ഇന്ന ശൈത്വാന യൽഅബു ബിഔറാത്തി ബനി ആദം, മനുഷ്യന്റെ ഔറത്തിന്മേൽ കളിക്കും അവൻ കക്കൂസിൽ പ്രവേശിച്ചാൽ. ഇദാ ലം യദ്കുർ ഇസ്മല്ലാഹ്, ഇദാ ലം യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി പറഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ഔറത്തിന്മേൽ ശൈത്താൻ കളിക്കും. ഫൈദാ ദക്കറല്ലാഹ് വസ്തആദ ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് കാവൽ തൊഴിയാൽ ഫഇന്നഹു ഹിജാബുൻ ബൈനഹു വബൈന ശൈത്താൻ, അതോടുകൂടെ അവന്റെയും ശൈത്താന്റെയും ഇടയിൽ ഒരു മറയായി, ഒരു ഇരുമ്പ് മറയേക്കാൾ വലിയ മറ. പിന്നെ അവന്റെ ഔറത്തിലേക്ക് കൈ നീട്ടാൻ ശൈത്താന് കഴിയില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇതിവിടെ പറയുന്നത് കക്കൂസാണല്ലോ. ഒരാൾ വിസർജിക്കുന്നതായി സ്വപ്നം കാണുക, വിസർജത്തിൽ കളിക്കുക, വിസർജ്യ വസ്തുവിൽ കളിക്കുക, പുരളുക പോലത്തെല്ലാം എന്തിന്റെ അടയാളമാണ്? പൈശാചിക ബാധ. കാരണം രണ്ട് മുണ്ട് ഉപയോഗിക്കലാണ് നല്ലത്. മുൾത്തറായ ഹാലത്തിൽ മാത്രമേ അത് പറ്റൂ. മുൾത്തർ പറഞ്ഞാൽ ഇപ്പൊ എന്താണെന്നറിയോ, നമ്മളിപ്പോ കക്കൂസിലിരിക്കുമ്പോൾ നമ്മൾ ഏതായാലും ഔറത്ത് വെളിവാകുമല്ലോ അല്പം നേരെ, അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. മറ്റതിന് പൈശാചിക ബന്ധം കൂടും, ഹറാമായിട്ടല്ല. കക്കൂസിലാണ് കയറുമ്പോൾ തുണി വയ്ക്കല് ഹറാമാണോ? ഹറാമല്ല. പക്ഷേ പിശാചിനോടുള്ള ബന്ധം അവിടെ കൂടും. ഇന്നത്തെ കാലത്തെ അവസ്ഥ, പൊതു അവസ്ഥ അതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ കെട്ടി ഉണ്ടാക്കപ്പെട്ട കക്കൂസുകളാണ്. പഴയ കാലത്ത് അങ്ങനെ ഇല്ല. പഴയ കാലത്ത് ഒന്നിരിക്കൽ പൊന്തക്കാട്ട് പോയി വിസർജിച്ച് പോരും, അല്ലെങ്കിലോ ഈ തടുക്കോ ചാക്കോ കിട്ടിയതിൽ അല്ലേ പറയും മനുഷ്യന്മാരെ. അപ്പൊ അതിൽ പേടിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇസ്തഹ്യൂ, നിങ്ങൾ ലജ്ജിക്കണം. അപ്പൊ ഇതിൽ കക്കൂസിൽ ഇരിക്കുന്നതായി സ്വപ്നം കാണുക പോലെയുള്ള കാര്യങ്ങൾ, കക്കൂസിൽ കളിക്കുക, കൊക്കസിലിരിക്കുക, വിസർജിക്കുക, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുക, നഗ്നനായി നിൽക്കുക, ഇതൊക്കെ സിഹറിന്റെ അടയാളങ്ങളാണ്. നഗ്നത ഒരിക്കലും പ്രദർശിപ്പിക്കരുത്. കാരണം പിശാച് നമ്മുടെ ബാപ്പയെ ചതിച്ചത് നഗ്നത കാട്ടിയാണ്. സ്വർഗത്തിലെ ഇലകൾ പറിച്ച് ഒന്ന് നാണം മറക്കാനുള്ള വിഫല ശ്രമം അവർ നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്ന് ഖുർആനിൽ കാണാം. ആ പഴം കഴിക്കുന്നതോടുകൂടെ അവരുടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി എന്ന്. അപ്പൊ അത്തരം കാര്യങ്ങളെ നല്ലതുപോലെ സൂക്ഷിക്കുക. നഗ്നത യാതൊരു കാരണവശാലും പ്രദർശിപ്പിക്കരുത്. പക്ഷെ സിഹർ ബാധിച്ച ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലാണ് നിൽക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവും. വളരെ പിശാചിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞു, എന്ത് ഉറക്കത്തിൽ നഗ്നരായി ഉറങ്ങിയാൽ അയാൾക്ക് ദാരിദ്ര്യം വരും. ദാരിദ്ര്യത്തിന്റെ ആളാരാ? ശൈത്താന്. നമുക്ക് ദാരിദ്ര്യം വരേണ്ടതിൽ ആവശ്യം ആർക്കാണ്? ശൈത്താന്. അപ്പോൾ നമ്മൾ അനഭിലഷണീയമായ കാര്യം ചെയ്യേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഇസ്സത്ത് പോകേണ്ടി വരും. നമ്മൾ നിന്ദ്യരാകലാണ് അവന്റെ ആവശ്യം, നമ്മൾ യോഗ്യരാകലാണ് റസൂലുള്ളാഹിന്റെ ആവശ്യം, നമ്മൾ നിന്ദ്യരാകലാണ് ശൈത്താന്റെ ആവശ്യം. ദാരിദ്ര്യം വന്നാൽ നിന്ദ്യരാവും. അള്ളാഹു കാക്കട്ടെ.
ഉറങ്ങുന്ന നേരത്ത് പോലും, മനസ്സിലായില്ലേ? 10 വർഷം ഒരു വിരിപ്പ് കിടന്നുറങ്ങിയിട്ടാ പറഞ്ഞത് ഞാൻ നബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. ആരാ പറഞ്ഞ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. കാണുകയാണെങ്കിൽ ആയിഷ ബിബിയല്ലേ കണ്ടത്. അത്ര വലിയ ബന്ധല്ലേ? ദാഹിക്കുന്നവന് പച്ചവെള്ളം പോലെയാണ് റസൂലുള്ളാഹി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ എന്ന് പറയും. മനുഷ്യന്മാരെ, ദാഹിക്കുന്നവന് പച്ചവെള്ളത്തിനെ പോലെയാണ് റസൂലുള്ളാഹി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയാ ഞാൻ റസൂലുള്ളാഹിന്റെ ഔറത്ത്. ഇതൊക്കെ വളരെ വലിയ പാഠങ്ങളാണ്. ഉറക്കത്തിൽ പോലും ശ്രദ്ധിക്കുക. അത് അതൊക്കെ ദായിമായാൽ, അവിടെയൊക്കെയാണ് സൂക്ഷിച്ചാൽ ശൈത്താന് പിടുത്തം മെല്ലെ 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 കുറഞ്ഞു വരും. അല്ലാതെ എനിക്കെന്തോ ബാധിച്ചിട്ടുണ്ട് പായി എന്ന് പറഞ്ഞ് പാഞ്ഞിട്ട് ഒരു കാര്യമല്ല. നമ്മളാണ് കുറേ മണ്ടി, അതിലൊന്നും ഒരു കാര്യമല്ല. അത് അവിടെയുള്ള ശൈത്താനും കൂടി ഇങ്ങോട്ട് കൂടും. അവിടെ കുറെ ഇളക്കിട്ട കുറച്ച് ചെയ്ത്താണ്ടാവും. ഇതിപ്പോ ആരെ തടിക്കാൻ കേറണ്ടെന്ന് വിചാരിച്ച് ശൈത്താൻ ഇങ്ങനെ കല്ലുമ്മൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മളവിടെ ചെല്ല. ഓ നല്ലൊരാളെ കിട്ടി നേരിട്ട് കയറും. അതായത് സുഗന്ധമുള്ളത് സുഗന്ധം പൂശ, മനസ്സിലായില്ലേ? പിന്നെ എന്താണ്, കിടപ്പ് സ്ഥാനങ്ങൾ വരെ സൂക്ഷിക്കുക. കിടപ്പ് ശരീരത്തിലുള്ള കിടപ്പ് എങ്ങനെയാണ്? വടക്ക് ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലും. അതെന്താണ്? അതിലെന്തോ ഒരു സംഗതി ഉണ്ട്. അത് നിങ്ങൾ ആ സൗകര്യത്തിനനുസരിച്ച് കിടന്നോളുണ്ട് നബി പറയുന്നത്. അതെ ഖബറിൽ കിടക്കുമ്പോൾ അതിലെന്തോന്നുണ്ട്, അതിലെന്തോ ഒരു സംഗതി ഉണ്ട്, അല്ലാതെ പറയൂല. ചില അസ്രാറുകൾ ഉണ്ട്, ഈ അസ്രാറുകൾ നമുക്ക് മനസ്സിലാവൂല. അത് രണ്ടും അവസ്ഥ രണ്ടാണ്. ഉദാഹരണം പറയാം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് നല്ലത്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞില്ലേ, ളുഹറിന്റെ മുമ്പ്, നിങ്ങളോട് എന്നല്ലേ പറഞ്ഞേ, ളുഹറിന്റെ മുമ്പ് ഉറങ്ങിക്കോളി. ളുഹറിന്റെ മുമ്പ് അല്പനേരം ഉറങ്ങിയാൽ, കൈലത്ത് ഉറങ്ങിയാൽ ഭയങ്കര കരുത്തുണ്ടാവും. ആരോഗ്യം മാത്രമല്ല, അന്ന് രാത്രി നേരം വൈകിയാൽ പോലും നമുക്ക് ക്ഷീണം വരില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കൽ ഇബാദത്തിന് ക്ഷീണം ഉണ്ടാവും. 10 മണിക്ക് ശേഷം ളുഹറിന് മുമ്പ് ഒരാൾ ഉറങ്ങി തീർത്താൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും. സുഹൂറിന്റെ സമയത്ത് എണീറ്റാൽ ആരോഗ്യം വർദ്ധിക്കും. സുഹൂറിന്റെ സമയത്ത്, അതായത് ഒരു 4 മണിക്കെങ്കിലും ഉണർന്നാൽ ആരോഗ്യം വർദ്ധിക്കും. അതെ. അല്ല, അല്ലാത്തവനിപ്പോ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി നമ്മൾ ഉറക്കൊഴിവാക്കുന്നു. ഞാൻ 2 മണിക്ക്, എന്തിനാ 4 മണി നിങ്ങൾ 2-2:30 മണിക്ക് എണീറ്റാൽ പോലും ക്ഷീണം വരൂല. കയ്യിലൊത്ത് ഉറങ്ങണമെങ്കിൽ 2:30 മണിക്ക് നിങ്ങൾ ഇന്ന് നോക്കിക്കോളി. 2:30 മണിക്ക് നിങ്ങൾ എണീറ്റു, ഇനി 2:30 മണിക്കൂറുണ്ട് സുബഹിലേക്ക്. നിങ്ങൾ സുബഹിന് ശേഷം നിങ്ങൾ ഉറങ്ങിയതുമില്ല, ഉറങ്ങും ചെയ്യരുത്. അവിടെ ഏറ്റവും ഉറക്ക് വരുന്ന നേരമാണ് ഏത്? സുബഹിന് ശേഷം. ആരാണ് ആളാരാ? ശൈത്താൻ. നല്ല അങ്ങനെയാണ് പറയുന്നത്, നല്ല സുഖമുള്ള ഉറക്ക്. അതായത് ഈ ഉറക്കിന്റെ ആളാരാ? പിശാചാണ്. അത് അവിടെ തന്നെ. അതാ ഞാൻ പറയാം, അള്ളാഹു ശറഅാക്കിയതിലേക്ക് വന്നാൽ നമ്മളെ എല്ലാം ഇവിടെ ദിക്കുകളും ദിശകളും ആകാശവും ഭൂമിയും കാലവും ഒക്കെ നിർണയിച്ചവനായ റബ്ബിന്റെ ശറഅാണ് എന്ത്? ഈ നേരത്തെ ഉറങ്ങണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തോ നമ്മുടെ ആരോഗ്യദായകമല്ലാത്ത ഒരു കാര്യം നമ്മളെ ശറഅയിലില്ല. ഇപ്പൊ കക്കൂസിലേക്ക് ഇടഭാഗമുള്ള ചാരണം കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? വളരെ മോശം, വളരെ കൃത്യമായി കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഈ ഖബറിൽ കിടക്കും പോലെ ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞേണ്ട. അത് സാധാരണ കിടത്തല്ല, അതിൽ എന്തൊക്കെയോ ഉണ്ട്. അത് തലവേദന മാറാൻ അത് മതിയാവും. ചിലപ്പോ തിരിച്ചു കിടന്നാൽ തലവേദന തുടങ്ങാൻ ഓടിയോ. മനസ്സിലായോ പറഞ്ഞത്? ഓരോന്നും നമുക്കറിയില്ല അതിന്റെ കാര്യങ്ങള്. എവിടേക്കോ ആപത്ത് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അടിമുടി മാറാൻ തയ്യാറായാൽ അല്ലാതെ ഒരു സിഹറിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ അടിമുടി മാറണം. നഖം മുറിക്കൽ അടക്കം, പാദരക്ഷകൾ ധരിക്കൽ അടക്കം, ഓരോന്നിനും ചെല്ലേണ്ട അദ്കാറുകൾ ചൊല്ലൽ അടക്കം, ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇശാ മഗ്‌രിബയുടെ ഇടയിലുള്ള
സംസാരങ്ങളെ ഒഴിവാക്കുക. മസ്ഹൂരിങ്ങൾ അത് ഒഴിവാക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്കാർ കൊണ്ടും നിസ്കാരം കൊണ്ടും വ്യാപൃതരാകണം. ഖുർആനോത്ത് അല്ലെങ്കിൽ ദിക്ർ. ഖുർആനോത്ത് ചോദിക്കണ്ട, ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ഖുർആനാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സിഹർ ബാധിച്ചോ അവനെ നേരെ അള്ളാഹ് ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഇറക്കും. ആര്? ശൈത്താന്. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡാണ്. ഇതൊക്കെ ചെയ്യണോട് കൂടെ തന്നെ ഇളക്കം, അവന്റെ ഇസ്കൂർ ഇളകൽ തുടങ്ങി. പിന്നെ വേറെ ആള് എത്താൻ എളുപ്പമുണ്ട്. ശരഈയായ നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്മിയുള്ള ഒരാള് ഈ വിഷയം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യ്. അത് അയാൾ ചെയ്തു. പിന്നെ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നാളടുത്ത് പോയി. അപ്പൊ അയാൾ പറഞ്ഞു ഇയാളോട്, നിങ്ങളെ പണി എനിക്ക് എന്തോ ഒരു എളുപ്പം, വേഗം കഴിഞ്ഞു. ആര് പറഞ്ഞു? ചികിത്സാരിക്ക് എളുപ്പമായി. എന്തുകൊണ്ട്? ഹക്കായി പറയുന്നേട്ടാ, ഞാനൊരാളെ ഈ സിഹർ ബാധിച്ച ഒരാളെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അത് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു 2 ആഴ്ച ഒന്ന് ചെയ്യ്, എന്നിട്ട് പോയാൽ മതി. അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തെർത്തീബ് ക്ലിയർ ആക്കി. പിന്നെ പോയി. അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആൾ പറഞ്ഞു, 3 തവണയെങ്കിലും ചെയ്ത് തീർക്കേണ്ട അമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ തീർന്നു. നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ എളുപ്പമായി. നിങ്ങളെ കാര്യത്തിൽ കെട്ടയച്ച് നേരെ കെട്ടയച്ചു കൊടുത്താണ്. മറ്റേ പറിച്ചിടാൻ എളുപ്പമുണ്ട്. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിതംബിൻ വലം യുർഫ ഇല്ലാ ബിതൗബ. ലം യൻസിൽ ബലാഉൻ, ഒരു ബലാഉ ഇറങ്ങിയിട്ടില്ല, ഇല്ലാ ബിതംബിൻ, കുറ്റം കൊണ്ടല്ലാതെ. എന്താ കുറ്റം? ശറഈനെതിരായി ജീവിക്കുക. വലം യുർഫ, ആ ബലായിനെ ഉയർത്തപ്പെടൂല, ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ. ശറഈനെതിരെ ജീവിച്ചത് കൊണ്ടാവുന്ന ദംബിൽ നിന്ന് തൗബണ്ട, ശറഈലേക്ക് മടങ്ങുക. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ, ഏത് കുറ്റം മുസീബത്തും ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? നമ്മളെ ദോഷം കൊണ്ടാണ്. വലം യുർഫ, അതിനെ ഉയർത്തപ്പെടാൻ കഴിയില്ല, ഇല്ലാ ബി തൗബ, തൗബ ഉണ്ടല്ലാതെ. എന്താ തൗബ? ശറഈലേക്ക് മടങ്ങുക. ഇത്തരം കാര്യങ്ങളെല്ലാം വ്യഭിചാരിണി അവര് സിഹർ ബാത്തിലാക്കാൻ കഴിയില്ല. പിന്നെയും വരും. അവരെ കൂടെ എന്തുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും, സാത്താനായിട്ടുണ്ടാവും. വ്യഭിചാരിണി പൂർണ്ണമായി ശൈത്താൻ ഒഴിഞ്ഞൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അവരെ അവരിൽ എന്തെന്നല്ല നമ്മളെ വർത്താനം, മുഅ്മിനീങ്ങളെ വർത്താനാണ് ഇവിടെ പറയുന്നേട്ടാ. ഇവിടെ ഈ പറയുന്ന വയലൊക്കെ ആരെ പറ്റിയാണ്? മുഅ്മിനീങ്ങൾക്കുള്ള വർത്താനം ഈ പറയുന്നത്. നമ്മളെ വിഭാഗം വേറെ, വേറുള്ളത് വേറെ. നമുക്ക് നമ്മളുടെ ചാനലിലൂടെ തന്നെ പോകണം. തീവണ്ടിയുടെ ചാനൽ വേറെ, ബസ്സിന്റെ ചാനൽ വേറെ. ഇതിന് അങ്ങോട്ട് പറ്റൂല, അവിടുന്ന് ഇങ്ങോട്ട് പറ്റൂല. മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനീങ്ങളെ റൂട്ടിലല്ലാതെ പണി ഒപ്പിക്കാൻ കഴിയില്ല. എന്നാ പിന്നെ പണി ഒപ്പിച്ചൂടെ? ഒപ്പിക്കവங்க അവറാണോ? സിഹർ ബാത്തിലാൻ പോയതിന് പിന്നെ ആരാവും? കാഫറാവും. ഒരു സ്ഥലത്ത് ചെന്നു. അപ്പൊ ഇന്നാലിനെ മന്ത്രം ജപിച്ചിട്ട് കോയിനെ വെട്ടിയിട്ട് ചോര അറുത്തിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. സിഹർ ബാത്തിലാക്കാൻ വേണ്ടി ചോര കുടിക്കുക എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് മുഅ്മിനീങ്ങളെ പണിയാണോ? അല്ല, നേസല്ലേ? ഇത് മുശ്രിക്കീങ്ങളെ പണിയല്ലേ? അത് കുടിച്ചാൽ ദീനം മാറുന്ന വിഭാഗം വേറെ ഉണ്ടോ? അതല്ലേ നമ്മളെ ചാനല്. മനസ്സിലാണ്ട് പറഞ്ഞത്. നമ്മളിത് വേറെയാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായി ശറഈലേക്ക് മടങ്ങിയാൽ അല്ലാതെ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ വലം യുർഫ ഇല്ലാ ബിതൗബ. ഒരു ബലാവും നമ്മുടെ ദോഷം കാരണമല്ലാതെ ഇറങ്ങിയിട്ടില്ല. തൗബ കൊണ്ടല്ലാതെ പൂർണ്ണമായി അതിനെ ഉയർത്താനോട്ട് കഴിയില്ല. നമ്മളെ ചാനലിലേക്ക് തിരിച്ചു പോരണം. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ വർത്താനാണ് എന്ത്? വ്യഭിചാരിണിക്ക് വ്യഭിചാരിണി ഇവർക്ക് പൂർണ്ണമായി ബാത്തിലാക്കാൻ സാധ്യമല്ല. അവിശുദ്ധമായ ബന്ധങ്ങളെ പുലർത്തുന്ന ആളുകൾ, അവിശുദ്ധമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് സ്വവർഗ ബന്ധങ്ങൾ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിലൊക്കെ ഏറ്റവും വലിയ ആളാണ് ആര്? ശൈത്താൻ. ആണുങ്ങളെ പിന്നാലെ പോവുക, പെണ്ണുങ്ങളെ പിന്നാലെ പോവുക. ഇത്തരം ആളുകൾക്ക് സിഹറിനെ ബാത്തിലാക്കാൻ പൂർണ്ണമായി കഴിയില്ല. ശൈത്താൻ തടിമെന്ന് പൂർണ്ണമായിട്ട് പോകൂല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ അടിമുടി മാറണം. കുടുംബത്തിന് ബലാ വന്നിട്ടുണ്ടെങ്കിൽ പുതിയാപ്പള കള്ളുടിക്കും. ബലാണ് മോലിയാരെ, മുസീബത്താണ് മോലിയാരെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമല്ല. ആദ്യം എന്ത് നിർത്തണം?
കള്ളൂടെ നിർത്തണം. ഒക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? എന്തായിട്ട് കാര്യമല്ല. ഇവിടെ ആദ്യമായി എന്ത് നിർത്തണം പറയും? എന്ത് നിർത്തണം? കള്ളുകുടി നിർത്തണം. ചില ആളുകളുണ്ട് കുടുംബത്തിൽ ബലാ മുസീബത്ത് ഇറങ്ങി, ഉസ്താദേ മോലിയരെ നടക്കൂല, ഈ വകുപ്പിൽ നടക്കൂല, ഇത് മശ്റൂഅത്തായ വകുപ്പാണ്, വേറെ വകുപ്പ് ഉണ്ടാവും, ആ വകുപ്പിൽ പോയാൽ നടക്കുമായിരിക്കും. പക്ഷെ ഈ ആരാവും? കാഫറാവൂലേ? ഈ കിതാബ് കൊണ്ട് സിഹർ ബാത്തിലാക്കണമെങ്കിൽ ഏത് നിലക്ക് ജീവിക്കണം? പറയ കുട്ടി, ഇതനുസരിച്ച് ജീവിക്കണ്ടേ? അടിമുടി വ്യത്യാസപ്പെടുത്തണം ശരഈയായി തന്നെ. മദ്യപാനി അവൻ്റെ ഇത് പൂർണ്ണമായി ബാത്തിലാവൂല. കാരണം അവന്റെ കൂടെ ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. ആറൂത്ത് മാറൂത്ത് തന്നെ മനുഷ്യരൂപത്തിൽ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ആഴ്ച തഫ്സീർ ഞാൻ കണ്ടു. ആറൂത്ത് മാറൂത്തിനെ അള്ളാഹു മലക്കിയായ അവസ്ഥയിൽ നിന്ന് ബശരിയായ അവസ്ഥ കൊടുത്തിറക്കി. ഇന്നമാനഹന ഫിത്ന, മനസ്സിലായില്ലേ? ഒരു ഫിത്നയായിട്ടാണ് അള്ളാഹു തആല അവരെ ഈ ഒരു പരീക്ഷണത്തിന് ഇറക്കി. അപ്പൊ അവര് ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്ത്? ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവരെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അല്ല, അതിന് ഇവർ മഅദല്ലാഹ് അതുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ കൊലപാതകത്തിന് ആവശ്യപ്പെട്ട്, അപ്പോൾ അവർ മഅദല്ലാഹ്. അപ്പോൾ ഈ പെണ്ണ് ഇവരോട് കള്ളുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്തായി? കള്ളുടിച്ചു. ആറൂത്ത് ഭൂമിയിൽ വന്നിട്ട് കള്ളു കുടിച്ചു. കള്ളു കുടിച്ചപ്പോൾ അവർ പിന്നെ എന്തും ചെയ്തു. ഞാനിപ്പോ റൂഹുൽ ബയാനിലാന്ന് എൻ്റെ ഓർമ്മ. റൂഹുൽ ബയാനിൽ തന്നെ ആയിരിക്കും ഞാൻ തഫ്സീർ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ആയത്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇത് റൂഹുൽ ബയാനാന്ന് എൻ്റെ ഓർമ്മ. ആറൂത്ത് എന്ത് ചെയ്ത്? മലക്കിന്റെ അവസ്ഥ മാറ്റി അല്ലാഹു ബശരിയായ അവസ്ഥ കൊടുത്തു. ഭൂമിയിൽ വന്നിട്ട് വ്യഭിചാരിണി പെണ്ണ് അവരിൽ ആകൃഷ്ടയായിട്ട് ഇവരോട് ഇവരെ സ്വർഗ്ഗം കണ്ടിട്ട് ഇവരിൽ പ്രാപിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ പെണ്ണിനോട് ഇവർ പറഞ്ഞു, എന്ത് ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾക്കത് പറ്റൂല. പിന്നെ പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞു, അപ്പോൾ കൊന്നില്ല. അവസാനം എന്ത് പറഞ്ഞ്? കള്ളുടിക്കാൻ പറഞ്ഞു. അപ്പോൾ കള്ളുടിച്ചു. കള്ളു കുടിച്ചതോടുകൂടി അവർ വ്യഭിചരിക്കുകയും ചെയ്തു, കൊല്ലുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഏറ്റവും വലിയ തിന്മ എല്ലാം അവർ ചെയ്തു. എന്തിലേക്ക് പ്രവേശിച്ചപ്പോൾ? കള്ളിലേക്ക്. മദ്യപാനി. ഇത് ഈ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് വാത്തിലാക്കണത്. അതിനാദ്യം നമ്മൾ ഈ കിതാബിന്റെ ത്വാഅത്തിലേക്ക് മടങ്ങണം. ഇത്തരം കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഞാന് വ്യഭിചാരം, സ്വവർഗരതി, കള്ളുകുടി, ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് ശരീഅത്ത് അനുസരിച്ച് പൂർണ്ണമായി ശൈത്താൻ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചില സാലിഹ്യങ്ങൾ അടുത്തേക്ക്, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ചില സാലിഹ്യങ്ങൾ അടുത്തേക്ക് സേറ് ബാത്തിലാക്കാൻ ചെന്നാൽ ആദ്യം അവർ സേറ് ബാത്തിലാക്കല്ല ചെയ്യുക. ആദ്യം അവനെ മാറ്റും, ജീവിത രീതി മാറ്റും. പെട്ടെന്ന് ബാത്തിലാക്കി കൊടുക്കുകയുമില്ല. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. എന്നാൽ അവർക്കത് പെട്ടെന്ന് ബാത്തിലാക്കാൻ കഴിയും, പക്ഷെ ബാത്തിലാക്കൂല. മാത്രമല്ല അവർക്കുള്ള ഇതിനെ അങ്ങനെ ആയിരിക്കുകയും ഇല്ല, വേറെ നിലക്കായിരിക്കും ഇതിന്. ഒരാൾ വന്നാൽ അയാളെ ഇസ്ലാമിയത്തിലേക്ക് മടക്കാതെ ബാത്തിലാക്കരുത് എന്ന നിലക്കായിരിക്കും ഇവർക്ക് ഇതിന് സമ്മതം കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റൂല. അഞ്ചോത്ത് നിസ്കരിപ്പിക്കുക, ഞാൻ ഭാഗത്തേക്ക് വരാം. മനസ്സിലായില്ല? അങ്ങനത്തെ ആളെ എനിക്കറിയും. നല്ല കരുത്തുള്ള ആളുകൾ തന്നെ. പക്ഷെ അവരെന്ത് ചെയ്യൂല? ബാത്തിലാക്കി കൊടുക്കൂല. അവരിങ്ങനെ ചുറ്റിക്കും, കുറെ നടത്തിക്കും. മനസ്സിലായോ? നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോഴത്തെ നിസ്കരിപ്പിക്കുക, മറ്റും പള്ളി പോതലും പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് പോകലും എല്ലാം കാണിച്ചത് ആളടിമുടിയാണ്, മാറിയിട്ടേ വെട്ടി കൊടുക്കുള്ളൂ. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. അപ്പൊ ആ നിലക്ക് ഇയാൾക്ക് ഇത് ലാഭമാണ്. ഒരു സിഹർ കഴിഞ്ഞപ്പോഴത്തേന് ഇയാൾ മുഅ്മിനായി. ഒരു സിഹർ ബാത്തിലായപ്പോഴത്തേന് ഇയാൾ ആരായി? മുഅ്മിനായി. നേരെ മറിച്ച് വേറൊരുത്തുണ്ടാവും, ഓൻ ആ കണക്കൊന്നും ഉണ്ടാവില്ല. ഓൻ എന്റെ പൈസ വാങ്ങിച്ച് ബാത്തിലാക്കിയ ബാത്തിലായിട്ടുണ്ടാവില്ല ഒന്ന്. അയാൾ അത്ഭുതം കാണിച്ചത് കൊണ്ട് എന്റേത് ബാത്തിലാവൂല. ഇതൊരു ചികിത്സാരിയുടെ അടുത്ത് പോയി, അയാൾ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ഊടുമ്പോഴത്തേന് തീ ഇങ്ങനെ പറക്കണ കണ്ടു നോക്കുക.
അതിന് മാജിക്കിനെ പറയുള്ളൂ, അതിന് ബാത്തില കഴിവെന്ന് അറിയില്ല. നിങ്ങൾ നല്ല ഫോമിലല്ലല്ലോ പഠിച്ചോനെ. ആണെങ്കിലേ ഞാൻ ഇത് പറയുള്ളൂ. ഒരു ചികിത്സാരിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ ചികിത്സാരി നിങ്ങളെ ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് പറഞ്ഞ് അതിൽ കളം വരച്ച്, ആ കളത്തിൽ അയാൾ കടലാസിൽ കളം വരച്ച് നിങ്ങളുടെ ഒരു ആണിയുണ്ട് അടിച്ച്. ഇനി പറിക്കാൻ കിട്ടുന്നില്ല. ഒരു ധാരണപ്പി പറഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ഇരുന്ന് ഉറങ്ങുന്നത്? എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും? ഒരു ചികിത്സാരി അടുത്ത് നിങ്ങൾ സമീപിച്ചു സിഹർ ബാത്തിലാക്കാൻ. അയാൾ നിങ്ങൾ ചെന്ന ഉടനെ നിങ്ങളെ വിഷയങ്ങൾ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ്. അപ്പോൾ അയാൾ നിങ്ങളെ വിഷയങ്ങളൊക്കെ കളം വരച്ചു, അതിൽ കുറച്ച് അക്കങ്ങൾ എഴുതി. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് മുള്ളാണി വന്നത് ടേറിനെ അടിച്ചണക്ക് തറച്ചു. എന്തില്? ഈ കടലാസിൽ. പറിക്കാൻ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ഇതുകൊണ്ട് അടുപ്പിലിട്ടളാറും. അതുകൊണ്ട് എൻ്റെ സീറോത്തിലാവില്ല. എന്നാ ഈ നാടാകെ പറഞ്ഞവർക്ക് ഭയങ്കര ആളാണ്. അത് അയാളൊരു വിദ്യ ഉണ്ടാവും, അതിൽ ശൈത്താനിയായ ബന്ധമുണ്ടാവും. ഞാൻ നിങ്ങളെ തലക്ക് മേടും. ഇനി ഇതിൻ്റെ അപ്പുറത്തെ കൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ വേറെ ചില വിഷയങ്ങൾ എനിക്കറിയാം. പക്ഷെ ഈ പ്രസംഗിക്കുന്ന ആൾ ഇത് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത്. അതൊക്കെ അവരെ കളികളാണ്, അല്ലാതെ എന്താവൂല നമ്മളെ സീർവാത്ത്. അയാളെ അത്ഭുതം കാട്ടിയോണ്ട് നിങ്ങളെ സീർവാത്തിലാവൂല. നിങ്ങളൊരാളെടുത്ത് എന്നു അയാളൊരു അത്ഭുതം കാണിച്ചു, അതുകൊണ്ട് എന്താവൂല? എന്തടം പോട്ടന്റെ മാല ഇരിക്കണത്? അയാളൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് എന്റെ സീറ് പോവുലനെ എങ്ങായി. അത് അയാൾക്കൊരു വിദ്യ ഉണ്ടാവും. ആ വിദ്യക്ക് അയാൾക്ക് എന്തോ ഒരു മെസ്മരിസ് ഉണ്ടാവും. ചിലപ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? ശൈത്താന്. മനസ്സിലായോ? ഇതിൽ കാണുന്നോട് കൂടെ കടലാസിൽ ആണി അടിക്കാൻ ചുറ്റി കൊണ്ടുവരണോ? കടലാസിൽ ആണി അടിക്കാൻ ചുറ്റിക കൊണ്ടുവരണോ? വേണ്ട. അയാൾ എന്റെ പേരിൽ ഒരു കളം വരച്ച് കടലാസിൽ ആമറോണ്ട് ഇങ്ങനെ അടിച്ച് അപ്പൊ തന്നെ വിചാരിച്ച് എന്ത് ഭയങ്കരം. പിന്നെ അയാൾ പറഞ്ഞ് പറിക്കേ, നമുക്കത് പറിക്കാൻ കഴിയണില്ല. ചിലപ്പോൾ അയാൾ എന്തുണ്ടാവും? ഈ കടലാസ് നമ്മളെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കും. അവിടുന്ന് ഒരു കടലാസിന് വാങ്ങിക്കോ. ഈ പേരിൽ പോയി എന്ത് പറയും? അത് അവിടുത്തെ കടലാസ് ഒന്നല്ല അമ്മേ, ഞാനാ വാങ്ങിക്കൊടുത്തത്. കടലാസ് ഞാനാ വാങ്ങിക്കൊടുത്തതെന്ന് ഇജ് പറയും. പേന ഇജ് വാങ്ങിക്കൊടുത്തായിരിക്കും, ആണി ഇജ് വാങ്ങിക്കൊടുത്തായിരിക്കും. മനസ്സിലായോ? ആമർ എന്നെ കൊടുന്നു കൊടുത്തായിരിക്കും. എന്നിട്ട് അയാൾ അതല്ല അടിക്കും. എന്നിട്ട് എന്താവൂല? പറിക്കാൻ കിട്ടണില്ല. പറിക്കുന്ന പറയും. ഇരുമ്പിനേക്കാൾ ശക്തി ഉണ്ടായി മാറും. എന്തിന്? ഈ കടലാസിന്. അപ്പൊ ഈ എന്ത് വിചാരിച്ച് നീ ഇത് കരിച്ചാളാന്ന് പറയും. ഇയാൾ കൊണ്ടേ കരിക്കും. കഴിഞ്ഞിട്ടോന്ന് പറയും. എന്റെ പോക്കറ്റ് അയാൾ 6000 10,000 6666. നല്ലൊരു വർക്കാണല്ലോ അത്. എന്ത് പറയടാ? 6666 റുപ്യാണെന്നറിയും. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു ഇയാൾ അള്ളാന്റെ ആളാണ്. കാരണം പറയടാ ഇയാൾ അള്ളാന്റെ ആളെന്നെ. കാരണം ഖുർആന്റെ ഒപ്പാണ് ഇയാള്. എത്രയേ വാങ്ങണുള്ളൂ? 6666. വേണമെങ്കിൽ പറയുകയും ചെയ്യും. ഇവിടെ എല്ലാം ഖുർആൻ കൊണ്ടാണ്. അപ്പൊ അതോടുകൂടെ നമ്മൾ മേടിച്ച് പച്ചക്കള്ളന്, പെരുങ്കള്ളന്, പച്ച ഒല്ലിട്ട് നടക്കണോണ്ടൊന്നും വിശ്വസിക്കണ്ട. കള്ളന്മാരുണ്ട്, പച്ചക്കള്ളന്മാര്. എല്ലാ ഒല്ലിക്കാരെല്ലാം ഞാൻ ചീത്തറിഞ്ഞ് കള്ളന്മാരുണ്ട്, പെരുങ്കള്ളന്മാര്. എന്നാൽ ഒരു യഥാർത്ഥ ചികിത്സാരിയാണെങ്കിൽ അയാൾ ആ പണിയൊന്നല്ല ചെയ്യാ. ഈ നിസ്കരിച്ചിനോ? അന്റെ സുബൈൽ കള്ളയാണോ? അല്ലേ? അത് ചോദിച്ചാലും പോരാ. അയാളെ ചിലപ്പോൾ പിന്നാലെ നിന്നെ ഒരാഴ്ച കൂട്ടും. എന്നിട്ട് അയാളിൽ നിനക്ക് പഠിക്കാണ്ടാവും. കൂട്ടുമ്പോ തന്നെ ബേജാറാകണം. കൂട്ടാൻ പറ്റിയൊരിക്കേ കൂട്ടാൻ പറ്റുള്ളൂ. ഒപ്പം കിടക്കുമ്പോ ആ പനി അറിയും. നിങ്ങൾ എന്റെ മൂത്തടുത്തേക്ക് വരുന്നെന്ന്. അപ്പൊ ഞാൻ നിലമ്പൂർ നിങ്ങൾക്ക് ടിവിയിൽ റൂം ബുക്കിയത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യ. ടിവിയിൽ ഞാൻ റൂമാണ് ബുക്ക് ചെയ്ത്. ഉസ്താദ് പൈസ കൊടുത്ത് ടിവിയിൽ റൂം ബുക്ക് ചെയ്ത്. എന്താ കാര്യം? ഉസ്താദിന്റെ ഔങ്യം പുറത്തിയാടാതിരിക്കാൻ. തിരിഞ്ഞിട്ടില്ല. ഉസ്താദ് 8 മണിക്ക് എണീക്കുള്ളൂ.
ടീമിൽ ബുക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിന് ഉസ്താദിന് ആകെ 600 റുപ്യ ചെലവ്. അതിന് നിങ്ങൾ 5000 റുപ്യന്റെ കൈമടക്കാ പോയത്. ബാക്കി 4400 ഉസ്താദിന് ബാക്കിയാണ്. തിരിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാ പറഞ്ഞത് മനസ്സിലായത് ചങ്ങായി. നേരെ മറിച്ച് ഒപ്പം നടന്നോ പറഞ്ഞു. ഒപ്പം നടന്നോന്ന് പറയണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? പറയേ. ഇയാള് 3 മണിക്കും 4 മണിക്കും 4:30ക്കും എണീക്കാതെ ഒരാളെ ഒപ്പം നടത്താൻ കഴിയോ? എന്താണ് പറ്റോ? ഇല്ല. ഒപ്പം നടന്ന രാപ്പഞ്ഞോണ്ട് അറിയും. മനസ്സിലായോ? സാലിഹ്യങ്ങളായ മനുഷ്യന്മാരുണ്ട്. അവര് എന്നോട് നല്ല പൈസയും പറയില്ല. അവർക്കതൊരു ഖിദ്മത്തായിരിക്കും. എന്നാൽ അവരായ്മ ജീവിക്കണില്ല. എന്റെ മേലെ ആരും ജീവിക്കാത്ത ബാങ്ക് കൊടുക്കുന്നതിനും പൈസ ഉണ്ട്, ഇമാമത്തക്കനും പൈസ ഇല്ലെങ്കിൽ കുട്ടികൾ ജീവിക്കൂലേ? ജീവിക്കണ്ടേ? മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലും ഒരു ഏലാ കയറി നമ്മൾ കൊടുക്കും, അവർ വാങ്ങും. എന്നാൽ മനസ്സിലായോ? ചില ആളുകളുണ്ട്, എന്നോട് വലിയ മേൽമത്തരം പറയും. നിന്റെ പിന്നാലെ കൂടണ്ട. നിന്നെ അടിമുടി മാറ്റുന്ന ചികിത്സാരിയാണ് യഥാർത്ഥത്തിൽ ചികിത്സാരി. ചിലപ്പോൾ നിന്റെ കുറെ കാലം നഷ്ടപ്പെട്ടു, പക്ഷെ ആ കാലം കൊണ്ട് ഈ ഭൂമിനായി മാറും. വെറുതെ നല്ലട്ടാ. ഇത് അടിമുടി മാറ്റാൻ കഴിയുന്ന ആള് ആയിരിക്കണം. നിങ്ങൾക്ക് ഞാൻ എന്റെ കൂടെ ഉണ്ടോ? പഠിച്ചവനെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? അതായത് ചെന്നുമ്പോഴത്തിന് ഒരു കാര്യം സിഹർ ബാധിച്ചവന് അടിസ്ഥാനം എന്താ? ഇവന്റെ കൂടെ ആരുണ്ട്? പിശാച് എന്ന് പറഞ്ഞ വൃത്തികേടിൽ കിടക്കണോനല്ലേ? അത് കോരി ഒഴിവാക്കാതെ ഇനി ഇവൻ ലെവലാവൂല. അപ്പൊ ഇവനെ പൂർണ്ണമായി എന്തിലേക്ക് മടക്കണം? ശറയിലേക്ക്. മനസ്സിലായോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെയ്തെന്നത് കൊണ്ട് അതൊന്നും സമ്പൂർണമായ ചികിത്സയാണെന്ന് വിചാരിക്കണ്ട. അതിൽ അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ തൗഫീഖ് ഉണ്ടായി കിട്ടാം. അപ്പൊ ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട പ്രതിവിധികളാണ്. കൂടെ നടത്തും ചില ആളുകൾ, അത് തെർബിയത്താണ്. അത്ഭുതം കാണിക്കുന്നത് കൊണ്ട് മാത്രം എന്താവൂല? എന്താവൂല? അയാൾ അത്ഭുതം, അയാൾക്ക് ആ കളത്തുമ്മൽ അങ്ങനെ ആണിയെടുക്കണേന് അയാൾക്കൊരു മെസ്മരിസം ഉണ്ടാവും. മനസ്സിലായോ? വേറെ ഒന്നും ഒരു കടലാസ് ആണിയെടുക്കാൻ ഈ കോലം വരക്കാതെ അയാൾക്കൊട്ട് കഴിയൂല. അതിൽ അയാൾക്ക് ഒരു മെസ്മരിസം ഉണ്ടാവും. അതില് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ? ഇയാള് വലിയ കോത്താമി എന്ന് വിചാരിക്കണ്ട. അത്ഭുതം ഒരു ചുക്കുമല്ല. കറാമത്ത് കാട്ടുന്ന വലിയും കറാമത്ത് കാട്ടാത്ത വലിയും നോക്കുകയാണെങ്കിൽ കറാമത്ത് കാട്ടുന്ന വലിയനേക്കാൾ മഹാനായിരിക്കും പലപ്പോഴും ആര്? കാട്ടാത്ത വലിയ. മനസ്സിലാവേണ്ട കുട്ടികളെ പറഞ്ഞാൽ വളരെ ചിന്തിക്കണം. ഒരാളൊരു അത്ഭുതമാണ് കാണിക്കുമ്പോഴത്തിന് ഇത് ബേജാറാണ്ട. അതാരും കാണിക്കും. അത്ഭുതമൊന്നുമല്ല ഇവിടെ വിഷയം. വിഷയം എന്താണ്? നമുക്ക് ഒരു ബലാ ഇറങ്ങണമെങ്കിൽ അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത്തരം ബലാകൾ. അപ്പൊ അതിന് പരിഹാരം എന്താ? അള്ളാഹുവിലേക്ക് തിരിച്ച് നമ്മളെ മടക്കും. നിങ്ങളുടെ കൂടെ അല്ലേ? മനസ്സിലാവണില്ലേ? നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മടങ്ങുക. പിന്നെയോ? പിന്നെ സിഹർ ബാധിച്ചവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട കാര്യം മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കുക. മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാത്തവരിൽ നിന്ന് പിശാച് പൂർണ്ണമായി ഒഴിവായി പോകില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട മക്കളിൽ അല്ലാഹ് ഞങ്ങളെ ചേർക്കണമല്ലോ. പഠിച്ചവനെ, ഞങ്ങളെ വാപ്പമാരും ഉമ്മമാർക്ക് ഇഷ്ടപ്പെട്ട മക്കൾ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങൾ പെടുത്തണമേ റബ്ബേ. ജീവിതകാലത്ത് ബാപ്പാനെയോ ഉമ്മാനെയോ വേണ്ടത്ര പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ആളുകൾക്ക് സിഹർ പോലത്തെ സാധനങ്ങൾ കയറി വരാൻ എളുപ്പമുണ്ട്. അപ്പോൾ അവർ ബാത്തിലാക്കിയാൽ മാത്രം പോരാ, അവരെ എന്ത് ചെയ്യണം? ബാപ്പാക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തും മറ്റും ഓതുക, ഖുർആൻ ഓതുക, സ്വതക്ക ചെയ്ത് കരയുക. ആർക്ക് വേണ്ടി? അവ പൂർണ്ണമായിരിച്ചിട്ട് എന്താ ഇതിന് പരിഹാരമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബാപ്പയെയും ഉമ്മയെയും ജീവിതകാലത്ത് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ പരിഹാരം എന്നതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നത് എന്താണ്? അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, ഇഹ്ദാഉൽ ഖുർആനി വദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി
ദ്വാർക്ക. അപ്പോൾ ബർസഖിയായ അർവാഹിയായ ലോകത്ത് വെച്ച് അവർ നമ്മളെ ഇഷ്ടപ്പെടും. അവർ ഇഷ്ടപ്പെടാതെ പൂർണ്ണമായും നമ്മളെ സിഹിർ ബാത്തിലാക്കാൻ കഴിയില്ല. ശരയ്യായ നിലക്ക് സിഹിർ ബാത്തിലാകണമെങ്കിൽ ആദ്യം എവിടേക്ക് മടങ്ങണം? ഈ വ്യക്തി എന്തിലേക്ക് മടങ്ങണം? ശറയിലേക്ക് പൂർണ്ണമായി മടങ്ങണം. എന്നാ പിന്നെ എളുപ്പമാണ്. എന്നാ പണിയെടുക്കണമെന്ന് എളുപ്പ, വേഗം മതി. അത് ചിലപ്പോ അങ്ങനത്തെ ഒരാളായ എത്തേണ്ട ഒരാളെടുത്തെത്തിയ ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ മറ്റും പായും. കാരണം ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അതിന്റെ പുറത്ത് ഭയങ്കര ഈമാനികമായ പ്രകാശമുള്ള ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ ഒരു നോക്കിയാൽ തന്നെ മണ്ടി തടിയെടുക്കും. അയാളുടെ ഒരു ദായിറ ഉണ്ടാവും. ദായിറാണ് അയാളുടെ ഒരു വളയുണ്ടാവും. ആ വളയത്തിലേക്ക് ഇവനെ കൂടെ ചേർക്കപ്പെട്ടാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ ശൈത്താന് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ, നല്ല സ്വാലിഹ്യങ്ങൾ, വലിയ സ്വാലിഹ്യങ്ങളായ ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്ക് അവർ നമ്മളെ കൂട്ടി. അതായത് അവർ പറയുമ്പോൾ നമ്മളാണ് ഭയപ്പെട്ടു. നമ്മളെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും അവരടുത്ത് നമ്മൾ പോയിരിക്കലും പതിവായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആളായി. ഈ ആളെ ഭയങ്കര പേടിയാണ് ആർക്ക്? ശൈത്താന്. എങ്കിൽ പിന്നെ ശൈത്താൻ ആയുസായി മാറും. നിരാശ ബാധിച്ചവനാവും. നമ്മളെ കാര്യത്തിൽ ഓടും. മനസ്സിലായില്ലേ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ചെരുപ്പ് കണ്ടപ്പോഴത്തിന് ശൈത്താൻ അടങ്ങിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ശറഅനുസരിച്ച് ബാധിക്കണമെങ്കിൽ ശറഇലേക്ക് പൂർണ്ണമായി മടങ്ങണം. അല്ല, അതിനൊന്നും തയ്യാറില്ല. അവളിങ്ങനെ 3/4 ഭാഗം മറക്കാതെയാണ് ഓള് നടക്കണത്. ഓളെ മാപ്പിള കള്ളുടിച്ചോണ്ട് അങ്ങനെയാണ് നടക്കൂല. ഇനി നടത്തി കൊടുക്കാന്ന് ഏറ്റാലും അത് ഒറിജിനാലിറ്റി ആവുകയും ഇല്ല. പലതും പറയും, അയാൾ അത്ഭുതം കാട്ടിയതുകൊണ്ട് നിങ്ങളത് പോവൂല. ഉമ്മാനും ബാപ്പയും പൊരുത്തപ്പെടിക്കുക. ഉമ്മായും ബാപ്പയും മരണപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ നമ്മുടെ മേലിൽ നിന്ന് ഇത് അഴിഞ്ഞു പോകാൻ വലിയ സബബായിരിക്കും. ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കാമിലാണ് അമ്മോശാക്ക, അമ്മായിമ്മ. ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കാമ തന്നെയാണ് ആരുള്ളത്? അമ്മോശനും അമ്മായിമ്മയും ഒക്കെ ആ മക്കാമിലാണുള്ളത്. പിന്നെ ഇസ്തിആദത്ത് ചെയ്യുക. അതിനെ ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ച് വിശദീകരിക്കുക. ഇസ്തിആദത്ത്, കാവൽ ചോദിക്കേണ്ട ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്, അത് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ചില ഭാഗങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ അടിമുടി മാറാതെ ഇത് ബാത്തിലാകാൻ പോകണ്ട. ബാത്തിലാക്കിയത് കൊണ്ട് കാര്യമില്ല. വീണ്ടും അവൻ നമ്മളുടെ ഇടയിൽ മറ്റൊരു കോലത്തിൽ സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, ഇവിടുന്നാണ് പോയാൽ ഇതിലാണ് വരും. വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, ഇവിടുന്നാണ് പോയാൽ ഇവിടുന്നാണ് വരും, ഇവിടുന്നാണ് പോയാൽ ഇവിടെയാണ് വരും. മനസ്സിലായോ? അതായത് പിശാചിനെ തൽക്കാലം അവിടുന്ന് പോയിന്നേ ഉള്ളൂ. സിഹിർ ബാത്തിലായി ഒരാളത്ത് പോയിരുന്നു. എന്നിട്ട് എന്റെ അങ്ങനെ കുറെ പണിയൊക്കെ എടുത്തിരുന്നു. എന്നിട്ട് നമ്മളെ മുട്ടാണ് തീരണില്ല ഉസ്താദ്. മനസ്സിലായില്ല? ചില ആളുകൾ പറയും എന്ത് അങ്ങനെയൊക്കെ ഉണ്ടായി, സേറാന്ന് പറഞ്ഞു അങ്ങനെ ഒരാളത്ത് പോയി. എന്നിട്ട് നമ്മളെ മുട്ടാണ് തീരണില്ല ഉസ്താദേ. എന്റെ മുട്ട തീരൂല. എന്തുകൊണ്ട് തീരൂല? എന്റെ മുട്ട ഈ തന്നെയാണ് കിട്ടിയത്. ഈ കെട്ട് കഴിച്ചിടണം. എന്റെ ബാത്തിലാക്കിയത് പോലും ശരിയായിട്ടില്ല. ആദ്യം എന്നെ ശരിയാക്കണം. മനസ്സിലായ പറഞ്ഞത്? ഒരു ചികിത്സാരി, ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വന്നാൽ ആദ്യം അധ്യാപകൻ മര്യാദ പഠിപ്പിക്കണ്ടേ, പാടല്ല. LKG കുട്ടിക്ക് പഠിക്കാനുള്ള മര്യാദ. ബാഡ്ജ് എന്നും ധരിക്കണം, യൂണിഫോം എന്നും ഇടണം, ട്രൗസർ ഇടണം. മനസ്സിലായില്ല? പറയും മനുഷ്യന്മാരെ, ഇതാണ്. എന്നാ ഇത് പാഠത്തിന്റെ ഭാഗമാണോ? അല്ല, അത് വിദ്യാർത്ഥിയുടെ ഭാഗമാണ്. ആദ്യം വിദ്യാർത്ഥിയാകണം, എന്നിട്ടാണ് പാഠത്തേക്ക് ഇറങ്ങുക. പറഞ്ഞത് മനസ്സിലായില്ലേ? ആദ്യം മോൻ ആരാകണം? LKG പഠിപ്പിക്ക വിദ്യാർത്ഥി എങ്ങനെയാണെന്നാ. അവർ വെറുതെ ഒരു കൊല്ലാണ്ട് നടക്കും. എന്തേപ്പോ പഠിച്ച് അതിന് നമ്മൾ 8, 10, 1000 റുപ്യ അവിടെ കൊണ്ടേ കൊടുക്കണം. പക്ഷെ കുട്ടിക്ക് ഒരു കാര്യം കിട്ടി. എന്ത്? കുട്ടിക്ക് ഒരുപാട് മര്യാദ പഠിച്ച്. മനസ്സിലായില്ലേ? ഇങ്ങനെ കെട്ടണം, ഇങ്ങനെ ട്രൗസർ ഇടണം, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, എന്നും അലക്കി തേച്ചിടണം. മനസ്സിലായില്ല അല്ലേ? ഇതൊക്കെ കുട്ടികളെ എവിടെ തന്നെ പഠിക്കും. തേച്ചിടലേ പോവില്ല. തേച്ചിടലേ ടീച്ചർ ഈ തറിയും.
പാടൊന്നും പഠിക്കാനില്ല. എന്താ LKG കാര്യമായി പഠിക്കാനുള്ളത്? തേക്കണം, അലക്കണം, കുളിക്കണം. അപ്പൊ LKGയിലെ ഒരു കൊല്ലം കൊണ്ട് എന്ത് പഠിച്ചു? അതിന്റെ ഇടയിൽ എന്താ ഒരു ആനന്റെയും ആ പോത്തിന്റെ 4 ചിത്രം പഠിക്കും കുട്ടി. മനസ്സിലായില്ല അല്ലേ? സത്യല്ലേ? പക്ഷെ ഒരു കൊല്ലം കൊണ്ട് കുട്ടി ആരായി? വിദ്യാർത്ഥിയായി. ഇനി ബാക്കി പഠിച്ചാ മതി. നേരെ എന്റെ അച്ഛാണ് ചെയ്ത്താന് ആണ് കയറും. ആയിക്കോട്ടെ കയറും. നാളെ കുഞ്ഞിച്ചട്ടിയും കുറച്ച് കുന്തിരിക്കോ കൊണ്ടിടുവാന്ന് പറഞ്ഞു. 3-ാം തീയതി 4 ആണി അടിച്ച്. മനസ്സിലായില്ല? അവിടെയും കരിച്ച് ഇവിടെ ഹാ ഹൂ എന്ന് പറഞ്ഞ 4 തീക്ക് കുറച്ച് സാധനം വായിലിട്ട് പൊയ്ക്കോറും. എന്റെ 10,000 60,000 വാങ്ങിച്ച്. മനസ്സിലായോ? 2ാമത്തെ ആഴ്ച ഇജ്ജ് പിന്നെയും കയറി വരും. എന്ത്? അന്ന് തിരക്കിലുണ്ടായിരുന്നില്ല ഉസ്താദെ, മുട്ടിപ്പളും ലെവലായിട്ടില്ല. മുട്ട് ലെവലാവൂല. വലം യുർഫ ഇല്ലാ ബി തൗബ. ഇനി മനസ്സിലായോ? ആദ്യം ആരാകണം? ഒരു മനുഷ്യനാകണം, ഒരു മുസ്ലിം ആകണം, ഒരു മോമിനാകണം. എന്നിട്ടാണ് മറ്റൊരു പെട്ടണ്ട്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ കുട്ടികളെ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅ്മൂറാത്ത് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലും മൻഹിയാത്ത് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലും ബദ്ധശ്രദ്ധനായി യഥാർത്ഥ മോമിനായി തീരുക എന്നതാണ് സിഹറിന്റെ ഇബ്താലിന്റെ 1ാം മർത്തബ. ഇത് ലെവലായി കഴിഞ്ഞാൽ മറ്റോനത് എളുപ്പമാണ്. ആര്? ചികിത്സിക്കണോന്. ഇതൊന്നും ലെവലാക്കാതെ നിങ്ങൾ എന്തോ ഒരു അത്ഭുതം കാട്ടി തന്ന് ഒരു വെള്ളത്തിക്കോ ഗോമത്തിക്കോ മറ്റൊന്നും വലിച്ചെറിഞ്ഞാണ് പോയിക്കോളെന്ന് പറഞ്ഞാൽ അതിന് എന്താവൂല? അത് പോകൂല. എന്റെ പൈസ പോകുന്നേ ഉള്ളൂ, അത് പോകൂല. മനസ്സിലായോ? ഇനി ഇസ്തിആദത്തിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. വാക്കിലും പ്രവർത്തിയും ചെയ്യേണ്ട ചില കാവൽ ചോദിക്കലുണ്ട്. അതൊക്കെ ആവുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ പറയും. പിന്നെ കുറഞ്ഞ പണിയുണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും പെടുത്തട്ടെ. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാതെ മോമിനിന്റെ പ്രശ്നം തീരൂല. എന്നാ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മോമിന്റെ പ്രശ്നം തീരുകയും ചെയ്യും. ബാക്കി താൽക്കാലിക പരീക്ഷണ, അതിന് വിലയില്ല. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പിന്നുണ്ടാവും താൽക്കാലികമായ പരീക്ഷണ. ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, കളോ പറയാ. പൂർണ്ണമായി ശൈത്താൻ ഒഴിവായി പോവില്ല. ആദ്യം എന്റെ തൊള്ളടക്കണം. അങ്ങാടി നിന്ന് അട്ടാസിക്ക, കുലുങ്ങിച്ചിരിക്ക, ഇതൊന്നും മോമിനിങ്ങളെ ശൈലിയല്ല. ഹബീബായ ഖാന അക്സറുൽ ഹഖി തബസ്സുമൻ. റസൂലുള്ളാഹിയുടെ മിക്കവാറും ചിരി എന്താ? പുഞ്ചിരിയ. മനസ്സിലായില്ലേ പറഞ്ഞത്? പൂർണ്ണമായ ഒരു മോമിനിലേക്ക് മടങ്ങണം. എന്നാ പിന്നെ ബാക്കി എളുപ്പ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.